المبين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اتقوا الله عباد الله. ഏറെ പ്രിയങ്കരായ വിശ്വാസി സഹോദരങ്ങളെ, നല്ലവരായ സച്ചരിതരായ സദ്വൃത്തരായ ഈ പ്രദേശത്തെ എൻ്റെ ജ്യേഷ്ഠാനുജന്മാരെ, റഹ്മാനായ റബ്ബിൻ്റെ അപാരമായ കാരുണ്യത്താൽ ഈ ഒരു സായാഹ്നത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈ പ്രദേശത്തെ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ദീന് കേൾക്കാനും പഠിക്കാനും ഒത്തുകൂടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഈ പരിശുദ്ധമായ മാസത്തിൽ നൽകിയിരിക്കുകയാണ്. ഈ ചെറിയൊരു സമയം നമുക്ക് വരാനിരിക്കുന്ന ശാശ്വതമായ അനന്തമായ ജീവിതത്തിലേക്ക് ഉപകരിക്കുന്ന സ്വർഗം നേടിത്തരുന്ന ഒരു സൽക്രമമായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. ഈ വർഷത്തെ റമദാനിലേക്ക് ആരോഗ്യത്തോടു കൂടി പ്രവേശിക്കാൻ തൗഫീഖ് ലഭിച്ച ആളുകളാണ് നമ്മൾ. നമ്മുടെ ആയുസ്സിൽ ഒരു റമദാൻ കൂടി ലഭിക്കുക എന്നത് ചെറിയ കാര്യമല്ല. പരലോകത്തെ സമ്പാദ്യങ്ങളിൽ വെച്ചൊരു വലിയ സമ്പാദ്യമാണ് റമദാനിലൂടെ വിശ്വാസിക്ക് ലഭിക്കാനിരിക്കുന്നത്. നമ്മളെപ്പോലെ റമദാനിലേക്ക് കടക്കാൻ, റമദാനിനെ സ്വീകരിക്കാൻ കൊതിച്ച് ആഗ്രഹിച്ച് കാത്തിരുന്ന പലരും ഇന്ന് റമദാനിൽ ഇല്ല. പലപ്പോഴും നമ്മളത് കേവലം ആലങ്കാരികമായി പറയുകയല്ല. പല പ്രദേശങ്ങളിൽ നിന്നും മരണവാർത്തകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാസർഗോഡ് എൻ്റെ നാട്ടിലെ എൻ്റെ ഒരു സുപരിചിതനായ സുഹൃത്ത് ഡോക്ടർ എൻ്റെ മക്കളെയൊക്കെ ചികിത്സിക്കാൻ എപ്പോഴും ഒരുപാട് വർഷങ്ങളായിട്ട് അദ്ദേഹത്തെയാണ് സമീപിക്കാറുള്ളത്. റമദാനിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഈ ലോകത്തോട് വിട ചൊല്ലി. അദ്ദേഹം ഈ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി നിയ്യത്ത് വെച്ച് ഉംറക്ക് പോയ ആളിനോട് ഒരു വസീയത്ത് കൊടുത്തിരുന്നു. നിങ്ങൾ ഉംറ കഴിഞ്ഞ് വരുമ്പോൾ, മക്കത്തുനിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു ഖുർആനിൻ്റെ കോപ്പി കൊണ്ടുവരണം. അത്യാവശ്യം വലിപ്പത്തിലുള്ള അക്ഷരങ്ങളുള്ള ഒരു കോപ്പി, സുഖമായി ഒന്ന് നോക്കി വായിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള എഴുത്തുകളുള്ള ഒരു ഖുർആനിൻ്റെ കോപ്പി കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അത്യാവശ്യം വലിപ്പത്തിൽ അക്ഷരങ്ങളുള്ള ഒരു ഖുർആൻ ഉണ്ടായിരുന്നു. ഉടനെ അദ്ദേഹം അവിടെ നിന്ന്, സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അതൊന്ന് ഡോക്ടർക്ക് കൊണ്ടുപോയി കൊടുക്കണമെന്ന്. അങ്ങനെ ആ ഖുർആൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചു. 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ മരണവാർത്തയാണ് കേൾക്കുന്നത്. ഈ റമദാനിൽ പരിശുദ്ധ ഖുർആൻ കൂടുതലായി പാരായണം ചെയ്യണമെന്നും പരിശുദ്ധ ഖുർആനിനെ നല്ല രൂപത്തിൽ സ്വീകരിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ട് കൊതിച്ചിട്ട് അദ്ദേഹത്തിന് റമദാനിക്ക് കയറാൻ പറ്റില്ല. ആ നിലക്കൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ആയുസ്സിൽ റമദാൻ കൂടി ചേർത്ത് വെക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് പാരത്രിക ലോകത്ത് നമ്മുടെ അള്ളാഹുവിങ്കൽ നമ്മുടെ പദവികൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളായ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ പങ്കെടുത്ത് ഷഹീദായ ശുഹദാക്കളെക്കാൾ വലിയ പദവിയിലേക്ക് ഒരു വിശ്വാസിക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു വലിയ സൗഭാഗ്യമായിട്ടാണ് റമദാനിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. മദീനയുടെ തൊട്ടടുത്ത പ്രവിശ്യ
താമസിക്കുന്ന ഒരു ഗോത്രമാണ് ബലിയ ഗോത്രം. ജൂതഗോത്രമാണ്. ആ ഗോത്രത്തിൽ നിന്ന് രണ്ടാളുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വന്നിട്ട് ഷഹാദ ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ആ രണ്ട് ജൂതന്മാരും ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ദീനിന്റെ മാർഗത്തിൽ ധാരാളം ത്യാഗപരിശ്രമങ്ങളിൽ പങ്കാളികളാവാൻ സാധിച്ച ആളുകളാണ്. സൽക്കർമ്മങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അതിലൊരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ധർമ്മസമരത്തിൽ പങ്കെടുത്ത് ഷഹീദാവുകയാണ്, രക്തസാക്ഷിയാവുകയാണ്. മറ്റേയാളും ഒരു വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ട്. രണ്ടാളുകളുടെയും മരണത്തിന്റെ ശേഷം തൽഹാ റളിയല്ലാഹു അൻഹു രണ്ടാളുകളെയും സ്വപ്നത്തിൽ ദർശിക്കുന്നുണ്ട്. ആ സ്വപ്നം വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പങ്കുവെക്കുന്നുണ്ട് അത്ഭുതത്തോടെ. എന്താണ് ആ സ്വപ്നത്തിൽ അത്ഭുതം എന്നറിയോ? സ്വർഗത്തിന്റെ കവാടത്തിനടുത്ത്, സ്വർഗത്തിന്റെ വാതിലിന്റെ പുറത്താണ് ഈ രണ്ടാളുകളെയും തൽഹാ റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടുന്നത്. സ്വർഗത്തിൽ നിന്നൊരു മലക്ക് വന്ന് അതിൽ ഒരാളെ സ്വർഗത്തേക്ക് നേരത്തെ കൂട്ടിക്കൊണ്ടുപോകുന്നു. രണ്ടാമത്തെ ആൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് സ്വർഗപ്രവേശനം ലഭിക്കുന്നത്. ആദ്യം സ്വർഗം പുൽകാൻ ഭാഗ്യം ലഭിക്കുന്ന ഒരാൾ ആരായിരിക്കണം? നമ്മുടെയൊക്കെ കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോൾ തൽഹാ റളിയല്ലാഹു അൻഹുവിനും അങ്ങനെ തന്നെ തോന്നി. അള്ളാന്റെ മാർഗത്തിൽ ഷഹീദായ ഒരാളില്ലേ, രണ്ട് വലിയ ഗോത്രത്തിൽപ്പെട്ട രണ്ടാളുകളിൽ ഒരാൾ അള്ളാന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി, മറ്റേയാൾ ഒരു വർഷം കഴിഞ്ഞിട്ട് സാധാരണ രൂപത്തിൽ മരിച്ചതാണ്. ആദ്യത്തെ ആളായിരിക്കും സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയ തൽഹാ റളിയല്ലാഹു അൻഹുവിന് ഈ സ്വപ്നത്തിൽ കാണുന്നത് നേരെ തിരിച്ചാണ്. ഷഹീദായ ആളെ അല്ല സ്വർഗത്തേക്ക് ആദ്യം കൂട്ടിക്കൊണ്ടുപോകും, രണ്ടാമത്തെ വർഷം മരിക്കുന്ന മനുഷ്യനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആശ്ചര്യത്തോടു കൂടി ഈ കഥ സ്വപ്നം പങ്കുവച്ച തൽഹാ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ ചോദിച്ച ചോദ്യത, അതിനെന്താണ് ഇത്ര ആശ്ചര്യപ്പെടാൻ? അദ്ദേഹം ഒരു വർഷം കൂടുതൽ താമസിച്ചില്ലേ, മക്കസ സനതൻ ബഅദഹു, ആ ഷഹീദിന് ശേഷം ഒരു കൊല്ലം കൂടുതൽ ജീവിച്ചില്ലേ. വഅദ്റക റമളാൻ സ്വാമ വസല്ല കദാ വകദാ, അയാൾക്കൊരു റമളാൻ ആയുസ്സിൽ എക്സ്ട്രാ കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. ഒരു റമളാൻ അയാളുടെ ആയുസ്സിൽ കൂടുതൽ. രണ്ടാൾ ഒന്നിച്ചാണ് ഷഹാദ ചൊല്ലിയ, രണ്ടാൾ ഒന്നിച്ച മുസ്ലിമായ, രണ്ടാളും ഒരുപോലെ ദീനിന്റെ മാർഗത്തിൽ പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെ വർഷം മരിക്കുന്ന ആൾക്ക് ഒരു റമളാൻ അയാളുടെ ആയുസ്സിൽ കൂടുതൽ ചേർക്കാൻ പറ്റി. നോമ്പ് നോറ്റു, ഇന്ന നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കാൻ പറ്റി. അതിലൂടെ ഈ ശുഹദാഇനേക്കാൾ വലിയ ഗ്രേഡ്ക്ക് അയാൾ എത്തിപ്പെട്ടു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശദീകരിച്ചു കൊടുക്കുന്നത്. ആലോചിച്ച് നോക്ക്, നമുക്ക് കിട്ടിയ, നാം പ്രവേശിച്ചിട്ടുള്ള ഈ ഒരു മാസം കൊണ്ട് നാളെ പരലോകത്ത് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന പദവി എന്താണ്? ഇത് തിരിച്ചറിഞ്ഞായിരിക്കണം നമ്മളൊക്കെ റമളാനെ സ്വീകരിക്കേണ്ടത്. നമ്മുടെ ആയുസ്ക്ക് ഒരുപാട് റമളാൻ കടന്നു വന്നിട്ടുണ്ട് അല്ലേ. 30 റമളാൻ കിട്ടിയ ആൾക്കാരുണ്ട്, 40 കിട്ടിയ മനുഷ്യന്മാരുണ്ട്, 50 കിട്ടിയ ആൾക്കാരുണ്ട് അല്ലേ, 50ഉം 60ഉം റമളാനൊക്കെ കിട്ടിയ ആളുകളുണ്ട്. നമ്മുടെ റമളാൻ വന്നു പോയി, അതിനപ്പുറത്ത് നമ്മുടെ ജീവിതവും റമളാനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നു? പരിശുദ്ധ റമളാനിൽ നമ്മൾ ആയുസ്സിലേക്ക് കടന്നു വന്നിരുന്നു എന്നതിൻ്റെ എന്തെങ്കിലും ഒരു അടയാളം നമുക്ക് ബാക്കിയുണ്ടോ? കഴിഞ്ഞ റമളാൻ അവസാനിക്കുമ്പോൾ നമ്മളൊക്കെ വലിയ പ്രതീക്ഷയിലായിരുന്നു. രാത്രി ഹയാത്താക്കി, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചു, പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് നമുക്ക് ഓതി പൂർത്തിയാക്കാൻ പറ്റി, നോമ്പ് മുഴുവനും നോറ്റു, സദഖ നിർവഹിക്കാൻ പറ്റുന്ന മേഖലകൾ, അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി നന്മകളിൽ മുന്നേറി സ്വർഗപ്രതീക്ഷയുമായിട്ട് റമളാനിനെ വിട ചൊല്ലി. ഇപ്പോൾ അടുത്ത റമളാനിൻ്റെ വക്കത്തെത്തിയപ്പോൾ അതിലെന്തെങ്കിലും നമുക്ക് ബാക്കിയുണ്ടായിരുന്നു? നമ്മൾ മാറിയില്ലേ? റമളാൻ കഴിയുമ്പോൾ നമ്മൾ മാറി, വീണ്ടും അടുത്ത റമളാൻ വരുമ്പോൾ നമ്മളൊന്ന് ആരാധനകളൊക്കെ സജീവമാവും, പിന്നെ വീണ്ടും പഴയതിലേക്ക് തിരിച്ചു പോകുന്നൊരവസ്ഥ. ഇത് വലിയൊരു ദുരന്തമാണ്. ഇത് വലിയ ദുരന്തമാണ്. പരിശുദ്ധ റമളാനിനെ ഉപയോഗപ്പെടുത്തിയ, റമളാനിൻ്റെ പുണ്യങ്ങൾ നേടിയെടുത്ത വിശ്വാസിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അയാളുടെ ശേഷിപ്പുള്ള ജീവിതങ്ങളിൽ അത് പ്രതിഫലിക്കും. പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ധനസമ്പാദനത്തിലും ഹറാമുകളും ഹലാലുകളും വേർതിരിക്കുന്നതിലും നന്മതിന്മകൾ വേർതിരിക്കുന്നതിലും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതിലുമൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ആ മാറ്റങ്ങൾക്കൊന്നും സാക്ഷിയാകാത്ത റമളാനുകളായി കഴിഞ്ഞ റമളാനുകൾ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
പരിശുദ്ധ റമദാനിന്റെ പ്രതിഫലനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാത്ത ആളുകളുടെ റമദാനിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ജിബ്രീലിന്റെ ശാപപ്രാർത്ഥന ലഭിച്ച ആളുകളാണെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച ഖുതുബ പറയുന്ന മിമ്പറിന്റെ 3 സ്റ്റെപ്പുകളിൽ പതിവില്ലാത്ത ആമീൻ പറഞ്ഞ സംഭവം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും. എത്രമാത്രം നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പതിവില്ലാതെ മിമ്പറിന്റെ ഓരോ സ്റ്റെപ്പിൽ നിന്നിട്ട് ആമീൻ പറഞ്ഞപ്പോൾ ആ ഖുതുബക്ക് ജുമുഅക്ക് കഴിഞ്ഞിട്ട് സഹാബത്ത് വന്ന് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, സഅയ്തൽ മിമ്പർ ഖുൽത ആമീൻ ആമീൻ ആമീൻ, എന്താ നബിയെ പതിവില്ലാത്ത മിമ്പറിന്റെ സ്റ്റെപ്പിൽ നിന്ന് ആമീൻ പറഞ്ഞല്ലോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അച്ചാനി ജിബ്രീൽ, ഞാൻ മിമ്പറിൽ കയറുമ്പോൾ എൻ്റെ അടുക്കലേക്ക് ജിബ്രീൽ വന്നിരുന്നു. എന്നിട്ട് ഓരോ സ്റ്റെപ്പൊന്നും ജിബ്രീൽ പ്രാർത്ഥിച്ചിട്ട് എന്നോട് ആമീൻ പറയാൻ പറഞ്ഞതാ. അപ്പം ഞാൻ ആമീൻ പറഞ്ഞതാ. സഹാബത്തിന് കണ്ടില്ല ജിബ്രീലിനെ, റസൂലുള്ളാഹിക്ക് കണ്ടു, റസൂലുള്ളാഹിക്ക് കേട്ടു. അവിടെ ആ 3 പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന റമദാനുമായി ബന്ധപ്പെട്ടതായിരുന്നു. റഗിമ അൻഫുൻ, ഹദീസ് തുടങ്ങുന്ന അങ്ങനെ, തുലഞ്ഞു പോകട്ടെ, മൂക്കുകുത്തട്ടെ, നശിച്ചു പോകട്ടെ. മൻ അദ്റക റമദാൻ, ഒരാളുടെ ആയുസ്സിൽ റമദാനിനെ സ്വീകരിക്കാനുള്ള അവസരം അല്ലാഹു കൊടുത്തു. റമദാനിൽ ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നു. ലം യുഗ്ഫർ ലഹു, നോമ്പിലൂടെ കിട്ടേണ്ട അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത്, അഥവാ കഴിഞ്ഞ ആയുഷ്കാലങ്ങൾ നമ്മൾ ചെയ്തു പോയ പാപങ്ങളെ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി തൗബ ചെയ്തു മടങ്ങി പാപങ്ങളെ കരിച്ചു കളയാൻ, സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ റമദാനിലൂടെ സാധിച്ചിട്ടില്ലെങ്കിൽ ദഖലന്നാർ അബ്അദഹുല്ലാഹ്, അവൻ നരകത്തിൽ പ്രവേശിക്കട്ടെ, അള്ളാഹു അവനെ സ്വർഗത്തിൽ നിന്നും കാരുണ്യത്തിൽ നിന്നും അകറ്റിക്കളയട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചിട്ട് എന്നോട് ആമീൻ പറയാൻ പറഞ്ഞതാ. അപ്പം ഞാൻ ആമീൻ പറഞ്ഞതാ. ആരാ പ്രാർത്ഥിക്കാൻ അയച്ചത് ജിബ്രീലിനെ? അല്ലാഹു സുബ്ഹാനഹു വ തആല. ആരാ ആമീൻ പറഞ്ഞത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കൂ, ഇന്നും ആ പ്രാർത്ഥനയുണ്ട്. ഈ റമദാനിലും ആ പ്രാർത്ഥനയുണ്ട്. റമദാൻ കിട്ടിയിട്ട് നമ്മൾ നന്നായിട്ടില്ലെങ്കിൽ, റമദാൻ കിട്ടിയിട്ട് അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടായില്ലെങ്കിൽ, റമദാനിൽ ജീവിച്ചിരുന്നു എന്നതിൻ്റെ അടയാളം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അത് വലിയ ദുരന്താണ് സുഹൃത്തുക്കളെ. അടയാളപ്പെടുത്തണം. ചില ആളുകൾ അങ്ങനെയാണ്. ചില ആളുകൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നതിൻ്റെ അടയാളം ഉണ്ടാവും, ആൾ മരിച്ചാണ്, അല്ലേ? ഇന്ത്യ രാജ്യത്തെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ പറയുന്നത്, ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്ന മഹാത്മാഗാന്ധി, അദ്ദേഹം ഇവിടെ ജീവിച്ചു എന്നതിൻ്റെ അടയാളം എന്താ? നമ്മളെ പോക്കറ്റിലുള്ള കാശ്. അടുത്ത് നോക്കിയാൽ മൂപ്പരെ ഫോട്ടോ ഉണ്ടാവും. കാസർഗോഡിൻ്റെ ഒരു നായനാർ മന്ദിരം, അദ്ദേഹം കേരളത്തിൽ ജീവിച്ചു എന്നതിൻ്റെ ഒരു അടയാളമാണ്. റമദാനിൽ ഞാൻ നിങ്ങളും ജീവിച്ചിട്ടുണ്ട് എന്നതിൻ്റെ എൻ്റെ അടയാളമല്ല. ഒരു 30-40 റമദാനൊക്കെ ജീവിച്ചിട്ട് റമദാനിലുണ്ടായ മാറ്റമാണ് എന്ന് പറയാൻ പറ്റുന്ന എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്? പൂർവികനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാഹ്, അദ്ദേഹം ഒരു മനുഷ്യനിങ്ങനെ പ്രയാസപ്പെട്ട് വരുന്നതാണ്. തലവേദന കൊണ്ട് തലയിലൊരു തുണി ചുറ്റിക്കെട്ടിയിട്ടുണ്ട്. കൂടെയുള്ള ആളുകളോടൊക്കെ വിഷമവും സങ്കടമൊക്കെ പറഞ്ഞുകൊണ്ട് കടന്നു വരുന്ന ആളിനോട് ഇബ്രാഹിം ഇബ്നു അദ്ഹം ചോദിക്കുന്നുണ്ട്, തങ്ങളുടെ പ്രായം എത്രയാ, എത്ര വയസ്സായെന്ന് വെച്ചു. എത്ര വർഷമായി ഭൂമിയിൽ ജീവിക്കുന്നു? അദ്ദേഹം പറഞ്ഞു, എനിക്ക് 30 വയസ്സായി. ഈ 30 വർഷത്തിനിടക്ക് മാരകമായ വല്ല രോഗവും താങ്കൾക്ക് വന്നിട്ടുണ്ടോ വെച്ചു. ഇല്ല, ഈ 30 വർഷത്തിനിടക്ക് എനിക്ക് മാരകമായ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. ഒന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തോട്, വീട്ടാൻ പറ്റാത്ത കുമിഞ്ഞുകൂടുന്ന കടബാധ്യത ഉണ്ടായിട്ടുണ്ടോ ഈ 30 വർഷത്തിനിടക്ക്? ഇല്ല, അങ്ങനെ തീർക്കാൻ പറ്റാത്ത കടബാധ്യതയൊന്നും എനിക്കില്ല. നിങ്ങളുടെ കുടുംബത്തിലെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തക്കാരായിട്ടുള്ള ഉമ്മയെ, ഉപ്പേ, കുട്ടി, ഭാര്യ, അങ്ങനെ ആരുടെയെങ്കിലും മരണത്തിലൂടെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞില്ല, ഈ 30 വർഷത്തിനിടക്ക് അങ്ങനെ വേണ്ടപ്പെട്ട ആരുടെ മരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തോട് ചോദിച്ചു, ഈ 30 വർഷം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എന്തെങ്കിലും നിഅമത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായും അനുഗ്രഹങ്ങളിലൂടെ, എണ്ണി തീർക്കാൻ പറ്റാത്ത അനുഗ്രഹങ്ങളിലൂടെയാണ് എൻ്റെ ജീവിതം കടന്നു പോയിട്ടുള്ളത്. എന്നാ സുഹൃത്തെ, ഇപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു തലവേദന വന്നപ്പോൾ, ചെറിയൊരു പ്രയാസം വന്നപ്പോൾ അതിൻ്റെ അടയാളം നിങ്ങളുടെ തലയിൽ കാണുകയാണ്.
ആ പ്രയാസം നിങ്ങൾ പലരോടും പങ്കുവെക്കുകയാണ്. ചോദ്യം ഇതാണ്, ഈ 30 വർഷം നിങ്ങൾക്ക് റബ്ബ് തന്ന പറഞ്ഞറിയിക്കാനാകാത്ത മഹത്തായ നിഅമത്തുകൾ നിങ്ങൾ ആസ്വദിച്ചിട്ട് എന്തടയാളാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്? നിങ്ങളുടെ ശരീരത്തിൽ പടച്ചോൻ തന്ന നിഅമത്തിന്റെ എന്തടയാളാണ് ഉള്ളത്? നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ടതാണ്. പടച്ചോൻ തന്ന നിഅമത്ത് ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ പൂർവികന്മാർ, പ്രവാചകന്റെയും സഹാബത്തിനൊക്കെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഇസ്ലാമിക ചരിത്രത്തിലെ നോമ്പെന്നത് വലിയ ത്യാഗത്തിന്റെ നോമ്പാണ്. കേവലം സുഭിക്ഷമായ ഭക്ഷണമില്ലാത്തതിന്റെ പ്രയാസവും ത്യാഗവും മാത്രമല്ല സഹാബത്തിന്റെ റസൂൽ സഹിച്ചത്. നമ്മളൊക്കെ പഴയ കാലത്തെ നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ് തുടങ്ങിയതും നോമ്പ് അവസാനിപ്പിച്ചതും തമ്രത്തിലായിരുന്നു, ഈത്തപ്പഴത്തിലായിരുന്നു, കാരക്കലായിരുന്നു, അല്ലെങ്കിൽ മുറുക്ക് വെള്ളത്തിലായിരുന്നു. അത് നോമ്പ് കുറിച്ചിട്ട് പ്രവാചകൻ മഗ്‌രിബ് നിസ്കാരത്തിന് പോകും. പല സഹാബത്തിനും 2 നോമ്പിനിടക്ക് 1, 3, 5 ഈത്തപ്പഴല്ലാതെ വേറൊന്നും കഴിക്കേണ്ടായിരുന്നില്ല. അത്രയും ത്യാഗവും പരിശ്രമവും സഹിച്ചിട്ട് ജീവിച്ച ആൾക്കാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയുടെ 2-ാം വർഷം നോമ്പ് നിർബന്ധമായപ്പോൾ നമുക്കറിയാം, 9 വർഷത്തെ പ്രവാചകന്റെ നോമ്പിന്റെ ചരിത്രം നോക്കിയാൽ അറിയാം, നോമ്പ് വളരെ ത്യാഗത്തിലൂടെ കടന്നുപോയതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. എപ്പോഴാണ് ഇന്ന് ഞാനും നിങ്ങളൊക്കെ അനുഭവിക്കുന്ന ഈമാനിന്റെ തൗഹീദിന്റെ ആ മധുരില്ലേ, അത് കാതങ്ങൾക്കിപ്പുറത്ത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞും ഇന്നും നമുക്ക് അത് ഉൾക്കൊള്ളാനും ആസ്വദിക്കാനൊക്കെ കഴിഞ്ഞത് നോമ്പ് നിർബന്ധമായ ആദ്യത്തെ നോമ്പിന്റെ കൊല്ലത്തിൽ 16 നോമ്പ് നോറ്റിട്ട് 17ാമത്തെ നോമ്പിന് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, പട്ടിണി അകറ്റാൻ ഭക്ഷണമില്ലാത്ത, കാൽ ചെരുപ്പില്ലാത്ത 300 ചില്ലറ വരുന്ന സ്വഹാബത്ത് ബദറിൽ നടത്തിയ പോരാട്ടമായിരുന്നു. എന്തുകൊണ്ടാണ് പോരാടിയെ? നമ്മൾ ആലോചിച്ച് നോക്കി. ഇന്ന് നമ്മളൊക്കെ നോമ്പ് നോക്കുമ്പോൾ ഒരു വർഷത്തിൽ നമ്മൾ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നപ്പോഴാണ്, ഏറ്റവും സുഭിക്ഷമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഈ മാസത്തിലല്ലേ? സഹാബത്തിനെ സംബന്ധിച്ച് വളരെ ത്യാഗപൂർണമായ നോമ്പായിരുന്നു. ആ നോമ്പ് നോറ്റ് ക്ഷീണിച്ചവശരായ സഹാബത്താണ് ഈ തൗഹീദിന്റെ സംസ്ഥാപനത്തിനും നിലനിൽപ്പിനും വേണ്ടി ബദറിൽ പോരാടിയത്. ഇസ്ലാമിന് വിജയം കിട്ടിയത് ആ നോമ്പിലൂടെ, നോറ്റ 16, 17 നോമ്പിന്റെയും രാത്രി നമസ്കാരത്തിലൂടെയും നേടിയെടുത്ത ഈമാനിന്റെ തവക്കുലിന്റെ കരുത്തുകൊണ്ടാണ് അവർ വിജയിച്ചത്. തൊട്ടടുത്ത വർഷം ഉഹുദിന്റെ പടയൊരുക്കങ്ങളൊക്കെ നടന്നതും റമദാനിലായിരുന്നു. ഹിജ്റയുടെ 5-ാം വർഷം അഥവാ റമദാനിന്റെ 3-ാമത്തെ വർഷവും ഒരു ചെറുഗോത്രമായിട്ടുള്ള പോരാട്ടം നടന്നിട്ടുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു സാലബിന്റെ ഗോത്രം. അങ്ങനെ എടുത്തു നോക്കിയ ചരിത്ര പ്രസിദ്ധമായ തബൂക്കടക്കം, ഇസ്ലാമിന്റെ വൻ വിജയം, ഫതഹ് എന്നറിയപ്പെടുന്ന മക്ക വിജയമടക്കം പരിശുദ്ധ റമദാനിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അവരൊക്കെ അവരുടെ ജീവിതത്തിൽ റമദാനിനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. റമദാനിലൂടെ ജീവിച്ചതിന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ എത്ര, അതിൻ്റെ എന്ത് അടയാളമാണ് നമ്മൾ അടയാളപ്പെടുത്തിയത്? പറയാനുണ്ടാകും. ഇസ്ലാമിലെ 1-ാമത്തെ സഹാബി വനിത, രക്തസാക്ഷിണിയായ സുമയ്യ റളിയല്ലാഹു അൻഹക്ക് വസ്ത്രത്തെ മുറിച്ചു മാറ്റി നഗ്നരായി കടത്തിയിട്ട് ശരീരത്തിന്റെ മർമ്മഭാഗങ്ങളിലേക്ക് കുന്തം മടിച്ചു കയറ്റി ഭർത്താവും കുടുംബവും മക്കളൊക്കെ നോക്കി നിൽക്കെ അള്ളാന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായ സുമയ്യക്ക് റബ്ബിനോട് പറയണ്ടാവും. ചെറിയ പ്രായത്തിൽ ഇസ്ലാമിന്റെ പതാകയുമേന്തി ധർമ്മസമരത്തിന് ഇറങ്ങിയ, രണാങ്കളത്തിലേക്ക് ഇറങ്ങിയ സഹാബത്തിന് പറയാനുണ്ടാകും. പൊള്ളുന്ന മണലിൽ നട്ടുച്ച വെയിലത്ത് മലർത്തിക്കടത്തി ഉറപ്പുള്ള കനമുള്ള പാറക്കല്ല് ശരീരത്തിലേക്ക്, നെഞ്ചത്തേക്ക് കയറ്റി വെച്ചിട്ട് മണിക്കൂറുകളോളം മർദ്ദിച്ച് വിളിക്കടാ ലാത്തയെ, വിളിക്കടാ ഹുസയെ, വിളിക്കടാ ഇബ്രാഹിം നബിയെ, വിളിക്കടാ ഇസ്മായിൽ നബിയെ എന്ന് പറഞ്ഞ് മർദ്ദിക്കുമ്പോഴും ഈ തൗഹീദിന്റെ മന്ത്രം നാവ് കൊണ്ടുരുവിട്ട് ആ തൗഹീദ് പറഞ്ഞ് ആസ്വദിച്ച ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കാണിക്കാനുണ്ടാവും, അടയാളം ഉണ്ടാവും.
അനുഗ്രഹങ്ങളുടെയും നിയമത്തിൻ്റെ ഒക്കെ പറുദീസയിലൊക്കെ നമ്മൾ ജീവിച്ചിട്ട് അള്ളാഹിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ സഹിച്ച് എന്ത് ത്യാഗം നമുക്ക് കാണിക്കാനുള്ളത്? എന്താ നമുക്ക് പറയാനുള്ളത്? വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന നിഅമത്ത് അത് അടയാളപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു. പരിശുദ്ധ റമളാൻ കഴിഞ്ഞു പോകുമ്പോൾ കഴിഞ്ഞ റമളാൻ തൊട്ടാണ് ഇന്ന നന്മ ഞാൻ എൻ്റെ ജീവിതത്തിൽ തുടങ്ങി വെച്ചതെന്ന് പറയാൻ. ഇന്ന നന്മക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ച സമ്പത്ത് ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ആദ്യമായിട്ടാണ് ഈ പള്ളിക്ക് കടന്നു വന്നത്. കഴിഞ്ഞ വർഷമാണ് ഈ പള്ളി അതിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞതെന്നാണ് അറിയാൻ സാധിച്ചത്. ഒരു വ്യക്തി അതിനു വേണ്ടി സ്ഥലം കൊടുത്തു. അൽഹംദുലില്ലാ, അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ, അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ആലോചിച്ചു സുഹൃത്തുക്കളെ, നിലനിൽക്കുന്ന ജാരിയായ സദഖയുടെ പവർ ഈ പള്ളി നിലനിൽക്കുന്ന കാലമത്രയും ഈ പള്ളിയിൽ നിർവഹിക്കപ്പെടുന്ന സുജൂദുകളുടെ കണക്ക് ആ വ്യക്തിക്ക് പോവാണ്. ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത് നമ്മൾ പഠിപ്പിച്ചത്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു. തീർച്ചയായും മരിച്ചവരെ ജീവിപ്പിക്കുന്നത് നാമാണ്. ഖദ്ദമു ആസാറഹും, ദാ ഖദ്ദമു ആസാറഹും, മുൻകൂട്ടി ചെയ്തു വെച്ചത്. മരിക്കണതിനിടയിൽ നമ്മൾ സമ്പാദിച്ച, പരലോകത്തേക്ക് വേണ്ടി നമ്മൾ സമ്പാദിച്ചത് അള്ളാഹു രേഖപ്പെടുത്തി വെക്കും. നമ്മുടെ സൽക്കർമ്മങ്ങളായിട്ട് അത് കണക്കിലുണ്ടാവും. ഒന്നുപോലും നഷ്ടപ്പെട്ടു പോവില്ല, പാഴായി പോവില്ല. മാത്രമല്ല അതിൻ്റെ ആസാറുകളും ഉണ്ടാവും. അതിൻ്റെ ആസാറുകൾ ആ കർമ്മഫലത്തിന്റെ ശേഷിപ്പാണ്. അതിൽപ്പെട്ടതാണ് ഈ സ്ഥാപനം. ജീവിതകാലത്ത് ഉണ്ടാക്കിയ ഒരു സൽക്കർമ്മമാണ്. ഇതിനു വേണ്ടി കൊടുത്ത സദഖ, ഇതിനു വേണ്ടി കൊടുത്ത ഭൂമി. ആ കൊടുത്ത ആളിന്റെ കാലം കഴിഞ്ഞു, പള്ളി അവിടെ നിലനിൽക്കും. ആ കർമ്മത്തിന്റെ ശേഷിപ്പുണ്ടാകും, വലിയ നന്മയായിട്ട് അത് അവശേഷിക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ, തൗഫീക്ക് നൽകട്ടെ. എല്ലാവർക്കും അത് കഴിഞ്ഞോളുന്നില്ല. പല രൂപത്തിൽ നമുക്ക് ആസാറുകൾ ഉണ്ടാക്കാൻ പറ്റും, കർമ്മത്തിന്റെ ശേഷിപ്പുകൾ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്കറിയോ, ചരിത്രത്തിലെ മഹിമയാർന്ന ഖിലാഫത്തിന്റെ ഭരണകാലത്തിന് ശേഷം വന്ന, എടുത്തു പറയാവുന്ന ഖിലാഫത്തിനോട് മാറ്റിവെക്കുന്ന, ചേർത്ത് വെക്കാൻ പറ്റുന്ന ഖിലാഫത്താണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് എന്ന് പറയുന്നത് നീതിയുടെ, ധർമ്മത്തിന്റെ, നന്മയുടെ കാലമായിരുന്നു. അദ്ദേഹം രാജാവാണ്, അദ്ദേഹം കുടുംബവുമായി ജീവിക്കുന്നു. അദ്ദേഹത്തിന് 11 മക്കളുണ്ടായിരുന്നു. രാജകീയമായ ഭരണം നടത്തി രാജാവായി ജീവിച്ച് മരിക്കാൻ കിടക്കുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, അദ്ദേഹത്തിന്റെ 11 മക്കൾക്ക് അദ്ദേഹം ജീവിതത്തിൽ സമ്പാദിച്ചു വെച്ചത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? നമ്മളൊക്കെ പാടുപെടുന്നില്ലേ? ഊണില്ലാതെ ഉറക്കില്ലാതെ ഇബാദത്തിന്റെ കാര്യത്തിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ട് നമ്മൾ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി, അവർക്ക് നല്ല വീടുണ്ടാക്കണം, അവർക്ക് നല്ല ഭക്ഷണം കിട്ടണം, അവർ നല്ല വസ്ത്രം ധരിക്കണം, നല്ല സ്കൂളിൽ അവർ പഠിക്കണം, നല്ല വിദ്യാഭ്യാസം കിട്ടണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ട് നമ്മളെ സ്വന്തത്തെ കാര്യം മാറ്റിവെച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പാടുപെടുന്നില്ലേ? എന്തിനാ? ഒരനാഥരായി പോകരുത്, ഒരഗതികളായി പോകരുത്, പാവങ്ങളായി അനന്തര സ്വത്തായിട്ട് ഒന്നുമില്ലാത്തവരായി പോകരുത്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം. എനിക്ക് വേണ്ടിയല്ല ഞാൻ ഉണ്ടാക്കണത്, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കണതാണ് എല്ലാവരും പറയുന്നത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് രാജാവ്, അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ 11 മക്കൾക്ക് വേണ്ടി ഒട്ടിച്ചു പോയ സമ്പത്ത് എത്രയാണെന്നറിയോ? 18 ദീനാർ. ആ 18 ദീനാറിൽ നിന്ന് 5 ദീനാർ അദ്ദേഹത്തിന്റെ കഫം പുടക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെന്ന്. 4 ദീനാർ അദ്ദേഹത്തിന്റെ കബർ കുഴിക്കാൻ വേണ്ടി ഹാഫിറിനെ വേണ്ടി മാറ്റി വെച്ചു. 9 ദീനാർ കഴിഞ്ഞു. ബാക്കി എത്ര ഉണ്ട്? 9 ദീനാർ. ഈ 9 ദീനാറിന്റെ 11 മക്കൾക്ക് വീതിച്ചു കൊടുത്ത 1 ദീനാർ കിട്ടും ഒരു കുട്ടിക്ക്. അദ്ദേഹം മരണശൈലിയിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ആളുകൾ, സന്ദർശിക്കാൻ വരുന്ന ആളുകൾ അദ്ദേഹത്തോട് ആവലാതിയായി പറഞ്ഞു ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇത്രയും കാലം ഈ നാടിന്റെ ഭരണാധികാരിയാകാൻ കഴിഞ്ഞിട്ട് എന്താണ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് അനന്തര സ്വത്തായിട്ട് വിട്ടേച്ചു പോയത്? ഈ ചെറിയ തുച്ഛമായ ഈ സമ്പാദ്യം കൊണ്ടതാണോ, അവരെ അഗതികളാക്കി പാവപ്പെട്ടവരാക്കിയാണോ നിങ്ങൾ വിട്ടേച്ചു പോകുന്നത്? എന്ത് നിങ്ങൾ അങ്ങനെ ചെയ്തു? അവർക്ക് വേണ്ടി എന്ത് നിങ്ങൾ സമ്പാദിച്ചു വെക്കാത്തതെന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞെന്തറിയോ? ഞാൻ അവർക്ക് വേണ്ടി ദുനിയാവിൽ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി വിട്ടേച്ചു പോയി. ആ സമ്പത്ത് അവർ ദുരുപയോഗം ചെയ്താൽ
റബ്ബിനോട് അനുസരണക്കേട് കാണിക്കുന്ന മാർഗത്തിലെങ്ങാനും ആ സമ്പത്ത് വിനിയോഗിച്ച ഞാൻ അതിനവരെ സഹായിച്ചവനായിത്തീരുന്നു. ഞാൻ അവർക്ക് ജീവിതകാലത്ത് തഖ്വ പകർന്നു കൊടുക്കാനാണ്, ഈമാൻ പകർന്നു കൊടുക്കാനാണ് ഞാൻ പരിശ്രമിച്ചത്. അൽഹംദുലില്ലാ, ഞാൻ അത് ചെയ്തിട്ടുണ്ട്. സ്വാലിഹികളായ സന്താനങ്ങളാക്കി വളർത്തിയെടുക്കാൻ ഞാൻ പരിശ്രമിച്ചു. അള്ളാന്റെ ഓഫർ ഉണ്ട്, വല്ലാഹു യതവല്ല സ്വാലിഹീൻ, സ്വാലിഹികളെ അള്ളാഹ് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ടെൻഷനില്ല. അവർ തഖ്വയുള്ള മക്കളാക്കി ഞാൻ വളർത്തി, അവരെ കാര്യം പടച്ചു നിൽക്കും. ചരിത്രം പറയുന്നുണ്ട്, പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ മക്കളെ അങ്ങാടികളിൽ കണ്ട ആളുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു. ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനൊക്കെ ദീനാറുകൾ സദഖ കൊടുക്കുന്ന സ്വാലിഹീങ്ങളായിട്ടാണ് അദ്ദേഹത്തിന്റെ മക്കൾ വളർന്നത് പിൽക്കാലത്ത്. സമാനമായ ഭരണാധികാരിയായിരുന്നു ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കും. അദ്ദേഹത്തിന് 11 മക്കളുണ്ടായിരുന്നു. എന്നാൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ പോലെ മക്കൾക്ക് വേണ്ടി ഒന്നും ബാക്കിയാക്കാതെ പോയില്ല. ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കിൻ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ 11 മക്കൾക്കും 10,000 ദീനാറുകൾ അനന്തര സ്വത്തായിട്ട് കിട്ടിയിരുന്നു. അത്ര വലിയ സമ്പത്ത്, രാജാവാണല്ലോ, കിട്ടിയിരുന്നു. പക്ഷേ പിൽക്കാലത്ത് ചരിത്രം പറയുന്നത് അദ്ദേഹത്തിന്റെ മക്കളെ ഒന്നുമില്ലാത്തവരായിട്ട് അങ്ങാടികളിൽ തെണ്ടിത്തിരിയുന്ന മക്കളായിട്ടാണ് അദ്ദേഹത്തിന്റെ മക്കളെ പിൽക്കാലത്ത് കണ്ടത്. ആലോചിക്കണം. നമ്മളൊക്കെ ഭയങ്കര തിരക്കിലാണ്, ഒന്നിനും നമുക്ക് സമയമില്ല. 24 മണിക്കൂറിൽ കേവലം 10-20-25 മിനിറ്റ് കൊണ്ട് നിർവഹിച്ചു പോകാൻ പറ്റുന്ന 5 നേര നിസ്കാരത്തിന്റെ ജമാഅത്തിലെത്താൻ നമുക്ക് സമയം കിട്ടുന്നില്ല. നമ്മുടെ ജോലി തിരക്ക്, നമ്മുടെ കച്ചവട തിരക്ക്, ദുനിയാവിന്റെ ഓരോ തിരക്കിന്റെ പിന്നാലെയാണ്. എപ്പോഴാണ് ഈ തിരക്ക് തീരുക? എപ്പോഴാണ് നമ്മുടെ തിരക്ക് അവസാനിക്കുക? നമ്മൾ 6 അടി മണ്ണിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ നമ്മുടെ തിരക്ക് തീരും. ഹത്താ സൂർത്തുമുൽ മഖാബിർ, ശ്മശാനങ്ങൾ സന്ദർശിക്കുന്നത് വരെ അൽഹാഖുമുത് തകാഫുർ, പെരുമ നടിക്കൽ നിങ്ങൾ അശ്രദ്ധയിലാക്കിയിരിക്കുകയാണ്. പറയാം, വിശുദ്ധ ഖുർആൻ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് സഹാബി കടന്നു വരുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് അങ്ങോട്ട് ഓതിക്കൊണ്ടിരിക്കുകയാണ്. അൽഹാഖുമുത് തകാഫുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. സൂറത്ത് ഓതിക്കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് ഓതിട്ട് പറയാണ്, യഖൂലു ഇബ്നു ആദം, ആദമിന്റെ മക്കൾ മനുഷ്യന്മാർ പറയാണ്, മാലി മാലി മാലി, എൻ്റെ സമ്പത്ത്, എൻ്റെ വെൽത്ത്, എൻ്റെ പുര, എൻ്റെ എസ്റ്റേറ്റ്, എൻ്റെ തോട്ടം, എൻ്റെ കച്ചവടം, എൻ്റെ ബിസിനസ്, എൻ്റെ ജോലി, എൻ്റെ പണം. മനുഷ്യന്മാരിങ്ങനെ സമ്പത്തിനോട് സ്വന്തത്തെ ചേർത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. ഹല്ലക ഇബ്നു ആദം മിൻ മാലിക്, ഹേ മനുഷ്യ, എൻ്റേത് എന്ന് പറയാൻ നിന്റെ അടുത്ത് എന്താ ഉള്ളത്? റസൂലുള്ളാഹി ചോദിക്കുകയാണ്, എൻ്റേത് എന്ന് പറയാൻ നിന്റെ അടുത്ത് എന്താ ഉള്ളത്? നിങ്ങൾ ഇട്ട വസ്ത്രമാണോ, അല്ല കഴിച്ച ഭക്ഷണമാണോ? നിങ്ങൾ ഇട്ട വസ്ത്രം അത് എൻ്റേത് എന്ന് പറയാനാവില്ല. ഞാൻ ഇപ്പിട്ട് ഇതെൻ്റേത് എന്ന് പറയാൻ പറ്റൂല. കാരണം വെച്ചാൽ ഞാൻ കണ്ണടച്ച എൻ്റെ ചലനമറ്റ ഇതാ തുങ്ങിക്കിടക്കുന്ന ആങ്കറിന് എടുത്തിട്ട് ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കും, ഇത് അവരുടേതാകും. എൻ്റേത് ഒരാൾക്ക് പോകാൻ പാടില്ലല്ലോ. ഇനി പിന്നെ എൻ്റേത് എന്ന് പറയാൻ പറ്റുന്നത് ഞാൻ കഴിച്ച ഭക്ഷണമാണ്. ഇപ്പൊ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ച ഭക്ഷണമല്ല കേട്ടോ, അത്താഴത്തിന് കഴിച്ചത് എൻ്റേതാണ്. അതെൻ്റേതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുമോ? അത് സെപ്റ്റി ടാങ്കിലേക്ക് പോകും. അതെൻ്റേതാണ് എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തു വെക്കുമോ? ഇത് സ്വന്തം എന്ന് പറയാൻ പറ്റുന്നതേ ഉള്ളൂ, ഉടുത്ത് ദ്രവിച്ചതും തിന്ന് തീർത്തതും. മൂന്നാമത് പറഞ്ഞത് ഔസദഖത അംലൈത, മൂന്നാമത് സ്വന്തം എന്ന് പറയാൻ പറ്റുന്നത് ധർമ്മം കൊടുത്തത്, സദഖ കൊടുത്തതാണ്. അംലൈത, അത് നിനക്ക് ബാക്കി ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ഒരാട് അറുത്തതിൻ്റെ മാംസം സദഖ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ആയിഷമ്മയോട്. ആയിഷ റളിയല്ലാഹു അൻഹ അത് ധർമ്മം ചെയ്തു. കഴിക്കാൻ വീട്ടിൽ എന്താണ് ബാക്കി വെച്ചതെന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്. എന്തുണ്ട് ബാക്കി? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, കഴുത്തെല്ല് മാത്രം ബാക്കിയുണ്ട് നബിയെ, ബാക്കിയൊക്കെ കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തു, കഴുത്തെല്ല് മാത്രം ബാക്കിയില്ല, ആ കൊടുത്തതാണ് ബാക്കിയുള്ളത്. അറിയണം, നമ്മളെ കൊണ്ട് ആസാറുകൾ ഉണ്ടാക്കാൻ പറ്റണം ജീവിതകാലത്ത്. നമ്മൾ ആലോചിച്ച് നോക്കിയേ,
നമ്മളൊരു തലമുറയെയാണ് ബാക്കി വെച്ചാണ് നമ്മൾ ഭരിച്ചു പോകേണ്ടത്. നമ്മുടെ മക്കള്, നമ്മുടെ പേരമക്കള്, അവര് ഉപ്പമാരായി, അവര് വല്യപ്പമാരായിട്ട് അവർക്ക് പേരമക്കള്. എന്ത് സംസ്കാരമാണ് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുന്നത്? നമ്മുടെ മക്കളെ ദീനിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്ന് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ പകർന്നു കൊടുത്ത് ഇസ്ലാമിന്റെ സംസ്കാരങ്ങൾ അവർക്ക് പകർന്നു നൽകി വളർത്തിയ അവരവരെ മക്കൾ അങ്ങനെ വളർത്തും. അവരവരെ മക്കൾ അങ്ങനെ വളർത്തും. ആസാറുകളുടെ വലിയ നീണ്ട നിരണ്ടാവും. അതുണ്ടാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. തിരിച്ചാണെങ്കിലോ ദീന് പകർന്നു കൊടുക്കാതെ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കും. അവർ മതത്തെ പരിഗണിച്ചില്ല, മതബോധത്തെ പരിഗണിച്ചില്ല, മതവിദ്യാഭ്യാസത്തെ പരിഗണിച്ചില്ല. ഒരു ഇസ്ലാമികമായ സംസ്കാരം അവരിലുണ്ടോ? എത്രത്തോളം ലിബറലിസം അവരെ കവർന്നുകൊണ്ടിരിക്കുന്നു, ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. സോഷ്യൽ മീഡിയ, ഷോർട്സും റീൽസും അവരെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ദുരന്തങ്ങളെ കുറിച്ചൊന്നും ആലോചിച്ചില്ല. ഈ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണെന്നറിയോ? ഒരു വീട്ടിൽ എത്ര മക്കളുണ്ടോ അവർക്കൊക്കെ ആൻഡ്രോയിഡ് ഫോണാണ്. ചെറിയ കുട്ടികളുടെ കയ്യിൽ പോലും. വളർന്നു തുടങ്ങുന്ന പ്രായത്തിലെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സാധനം കയ്യിൽ കൊടുത്തിട്ട് പഠിപ്പിക്കാൻ. അതുകൊണ്ട് കളിച്ചോളൂ. ആ കയ്യിൽ പിടിച്ചാൽ കുറേ സമയം മിണ്ടാണ്ടിരിക്കും അവർ, അല്ലേ? അത് തോണ്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ വളരുന്ന കുട്ടി. പക്ഷേ പകുതിയിലെത്തി അവരെ നമ്മെ അനുസരിക്കുന്ന മതചിന്തയിലേക്ക് കൊണ്ടുവരേണ്ട പ്രായത്തിലേക്ക് എത്തുമ്പോൾ അവരെത്തേണ്ട വഴിയിലേക്ക് എത്തിയിട്ടുണ്ടാവും. പിന്നെ പരാതിയുമായിട്ട് ഉസ്താദിൻ്റെ അടുത്ത് ഓനെ പറഞ്ഞ് നന്നാക്കണം, ഓനെ ശരിയാക്കി എടുക്കണം. ഒരു ഉസ്താദിനും ഒരു കൗൺസിലർക്കും നമ്മുടെ മക്കളെ നന്നാക്കാൻ പറ്റൂല. നമ്മൾ തീരുമാനിച്ചില്ലെങ്കിൽ നമ്മൾ തീരുമാനിക്കണം. എത്ര വലിയ അപകടങ്ങളാണ് ഈ സോഷ്യൽ മീഡിയകൾ, അതിലൂടെ ഉണ്ടാകുന്ന അനന്തരഫലങ്ങൾ വലിയ അപകടങ്ങളാണ് ഉണ്ടാക്കുന്നത്. നമുക്കറിയോ, ഈ അടുത്ത് വന്ന ഒരു പഠന റിപ്പോർട്ട്, 6 വയസ്സിന് താഴെയുള്ള കുട്ടികളില്ലേ, ഉണ്ടോ? 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഒരു ദിവസം ആവറേജ് 60-70 ഷോർട്സ് കാണുന്നുണ്ടെന്ന്, റീൽസ് കാണുന്നുണ്ടെന്ന്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ 150 മുതൽ 200 റീൽസും ഷോർട്സും ഒരു ദിവസം കാണുന്നുണ്ട്. അത്ഭുതപ്പെടണ്ട. പഴയ കാലത്ത് കണ്ട സിനിമ പോലെ 2.5 മണിക്കൂർ 3 മണിക്കൂറൊന്നും ഇല്ല കേട്ടോ. 15 സെക്കൻഡ് അല്ലേ? ഒരു മിനിറ്റിൽ എത്ര ആണ്? ഞാൻ ലിമിറ്റ് സമയം വെച്ചിട്ടാണ് കൊടുക്കലെന്ന്. പല കാര്യം പറയും. 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ഫോണ് വാങ്ങുന്നു. എത്ര കണ്ടിട്ടുണ്ടാവും 1/2 മണിക്കൂറിൽ? ഒരു മിനിറ്റിൽ 4 ഷോർട്സ്, 5 മിനിറ്റിൽ 20 എണ്ണം, 10 മിനിറ്റിൽ 40 എണ്ണം, 120 ഷോർട്സ് കണ്ട് 1/2 മണിക്കൂറിൽ. 1/2 മണിക്കൂർ കൊടുത്താൽ 2 മണിക്കൂർ കഴിഞ്ഞാലും തരൂല കുട്ടി. തരുമോ? അത് വാങ്ങിയാലോ അവിടെ ഒരു യുദ്ധം കാണും വീട്ടിൽ. ആലോചിക്കണം. ഇതിന്റെ ദുരന്തം എന്താണെന്നറിയോ? എന്താണ് സുഹൃത്തുക്കളെ ഈ ഷോർട്സും റീൽസൊക്കെ നമ്മളെ മക്കൾക്ക് പകർന്നു കൊടുക്കുന്ന മെസ്സേജുകൾ? എന്ത് മെസ്സേജാണ് കൊടുക്കുക? സത്യസന്ധനാകണം, അള്ളാഹുവിനെ ഭയപ്പെടണം എന്നാ? അതാണോ? എന്ത് മെസ്സേജാണ് കിട്ടുന്നത്? നമ്മൾ പറയും, അവർക്ക് ഞാൻ എപ്പോഴും ഉപദേശം കൊടുക്കലുണ്ട്, ഉമ്മയും പറഞ്ഞു കൊടുക്കലുണ്ട്, മദ്രസയ്ക്ക് ആക്കലുണ്ട്, ഉസ്താദും പറഞ്ഞു കൊടുക്കലുണ്ട്. ഈ പറഞ്ഞു കൊടുത്തൊന്നും കാര്യമില്ല. അവരെ ജീവിതത്തിൽ പ്രതിഫലിക്കണത്, എഫക്റ്റീവ് ആകണത് അവർ കാണുന്നതും പ്രവർത്തിക്കുന്നതുമാണെന്ന. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ ഇരിക്കുന്ന ആളുകളൊന്ന് നിങ്ങളുടെ കൈ, വലത് കൈ തലയിലും ഇടത് കൈയിൻ്റെ നടുവിരല് താടിയിലും വെച്ചെല്ലാവരും ചെറിയൊരു ശ്രമം. വലത് കൈ തലയിലും ഇടത് കൈയിൻ്റെ നടുവിരല് താടിയിലും വെച്ചല്ലോ. ഞാൻ ഒന്നും കൂടി പറയട്ടാ, ശ്രദ്ധിക്കണം. ഒന്നും കൂടി പറയും ഞാൻ. നിങ്ങളുടെ വലത് കൈ തലയിലും ഇടത് കൈയിൻ്റെ നടുവിരല് താടിയിലും വെച്ച്. ഞാൻ 2 പ്രാവശ്യം പറഞ്ഞു തന്നെ കേട്ടോ. പക്ഷെ നിങ്ങൾ 2 പ്രാവശ്യം ചെയ്തത് ഒന്നല്ലല്ലോ. എന്താ? ഞാൻ 2 പ്രാവശ്യം പറഞ്ഞ ഒന്നല്ലേ, പക്ഷെ നിങ്ങൾ ചെയ്തതോ? എന്തിനാ? ഞാൻ ചെയ്യണത് നിങ്ങൾ കണ്ടിട്ട് ഇതെന്നെ സംഭവിക്കണത്. ഇത് തന്നെ എത്ര പറഞ്ഞിട്ട് കാര്യമില്ല, ഉസ്താദിന്റെ വേല കേട്ടിട്ട് കാര്യമില്ല, ടീച്ചർ ഉപദേശിച്ചിട്ട് കാര്യമില്ല, ഉമ്മയപ്പേ രാത്രിയും പകലും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. എന്താണോ കാണുന്നത്, എന്ത് മെസ്സേജാണ് കിട്ടുന്നത്? ഓരോ റീൽസിനും ഒരു മെസ്സേജ് ഉണ്ട്, ഓരോ ഷോർട്ടിനൊരു മെസ്സേജ് ഉണ്ട്. ഈ 150-200 ഷോർട്ട് കണ്ടാൽ എന്ത് കിട്ടും? 200 മെസ്സേജ് കിട്ടും. അതവർ അനുകരിക്കും, അതവർ ഫോളോ ചെയ്യും, അതിൻ്റെ ഫോളോവേഴ്സ് ആവും.
അല്ലേ? ഇപ്പോ പൈസ പൈരിച്ച് നടക്കുക കുട്ടികള്. കൗണ്ട് ചെയ്ത് എത്ര പൈസ തരാം, പൈസ എടുത്തുകൊണ്ട് പോയിട്ട് ഷോർട്സ് കണ്ടിട്ട്. എന്ത് ദുരന്തമാണ് ഈ ഉമ്മത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ആര് തിരുത്തും അവരെ? ആര് തിരുത്തും? മാതാപിതാക്കൾ തിരുത്തിയിട്ടില്ലെങ്കിൽ ആര് തിരുത്തും? നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നാളെ പരലോകത്ത് ചെന്നിട്ട് കൈമലർത്തിയിട്ട് കാര്യമില്ല. ഇത് നമ്മുടെ ആസാറുകളാണ്, നമ്മുടെ മക്കൾ. അത് നന്മയിലേക്കും കൊണ്ടുപോകാം, തിന്മയിലേക്കും കൊണ്ടുപോകാം. ഭവിഷ്യത്തുകൾ വളരെ വലുതാണ്, അത് തിരിച്ചറിയണം. പരിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ പിന്നെ പ്രഭാത ഭക്ഷണം ഇല്ല, ഉച്ചഭക്ഷണം ഇല്ല, ഇഷ്ടംപോലെ സമയമുണ്ട്. പ്രവാസികളൊക്കെ ഗൾഫിൽ നിന്നൊക്കെ ലീവൊക്കെ എടുത്തിട്ട് ഈ കൊല്ലം റമദാൻ നാട്ടിലൊക്കെ ആക്കണം എന്ന് പറഞ്ഞ് പള്ളിയിൽ കൂടി കുറേ ഇങ്ങനെ ഖുർആൻ ഓതി തീർത്ത് അങ്ങനെ ചടഞ്ഞ് ക്ഷീണം വരുമ്പോൾ കിടന്നുറങ്ങി അങ്ങനെ തള്ളി നിൽക്കാനുള്ളതല്ല. നമുക്ക് ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്, നമ്മൾ ഏറ്റെടുക്കണം. അതിനെ പ്രാപ്തരാക്കാനാണ് റമദാൻ. റമദാനിൽ നമ്മളെ ക്ഷമാലുക്കളാക്കാനുള്ളതാണ്. ഷഹ്റുസ്സബ്ർ എന്ന റമദാനെ കുറിച്ച് പറഞ്ഞല്ലോ പണ്ഡിതന്മാർ. 70ഓളം പേരുകളാണ് റമദാൻ മാസത്തിന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഷഹ്റുസ്സബ്ർ, ഷഹ്റുൽ തൗബ, ഷഹ്റുൽ മുബാറക, ഷഹ്റുൽ മുവാസാത്ത്, അങ്ങനെ തുടങ്ങിയ പേരുകൾ. ക്ഷമ നമ്മൾ കരഗതമാക്കേണ്ടതുണ്ട്. ആ ക്ഷമ, നോമ്പിലൂടെ നേടിയെടുത്ത ക്ഷമ, അതിന്റെ ശക്തിയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താ? 200 ആളുകൾ അതിജയിക്കാൻ ക്ഷമാലുക്കളായി 20 ആളുകളെ കൊണ്ട് കഴിയുന്നു. ഞാൻ പറഞ്ഞല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന സഹാബത്തിന്റെ ബദറിന്റെ രണാങ്കളത്തിലേക്കും ഉഹുദിന്റെ രണാങ്കളത്തിലേക്കും മക്കം ഫതഹിനും തബൂക്കിലേക്കൊക്കെ കൊണ്ടുപോയത് നല്ല മസ്ലി പവർ കൊണ്ടുപോയതല്ല, നോമ്പിലൂടെ നേടിയെടുത്ത ഈമാനും ആർജവും ആ തവക്കുലൊക്കെ കൊണ്ടുപോയതാണ്. അതുകൊണ്ടൊരു ജയിച്ച്. അത് ഉണ്ടാക്കിയെടുക്കേണ്ട കളരിയാണ് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. ഇതിലൂടെ നേടിയെടുത്ത ഈമാന് കൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങണം, കുടുംബത്തിലേക്ക് ഇറങ്ങണം. വ്യാപിച്ചു കിടക്കുകയാണ്, പടർന്നു പന്തലിച്ചു കിടക്കുകയാണ് ശിർക്ക്. അത് പടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, സ്വന്തം കുടുംബത്തിലും വീട്ടിലും കുടികുത്തി വാഴുന്ന വീടുകളുണ്ട് അല്ലേ? ഒരാൾക്ക് എനിക്ക് മാത്രമേ എൻ്റെ വീട്ടിൽ തൗഹീദുള്ളൂ എന്ന് പറയുന്നവരില്ലേ? ഉമ്മാക്ക് പോലും തൗഹീദ് കിട്ടിയിട്ടാന്ന് പറയുന്നവരില്ലേ? എന്ത് ചെയ്തു നമ്മൾ? അതിൻ്റെ പരിശ്രമത്തിൻ്റെ ഭാഗമാകണം. നമ്മൾ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ, സൗകര്യങ്ങളിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന നിഅമത്ത് അത് നമ്മൾ അടയാളപ്പെടുത്തണം. ഒരു പോയ സ്വർഗത്തേക്കാണല്ലോ നമുക്ക് പോകേണ്ടത്. അഫഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദു മിൻകും വയഅലമസ് സ്വാബിരീൻ. നിങ്ങളുടെ മുൻഗാമികളില്ലേ, ത്യാഗപരിശ്രമങ്ങൾ നടത്തി ഈ ദീനിന്റെ സംരക്ഷണത്തിന്, ഈ ദീൻ ഉൾക്കൊണ്ട് ജീവിക്കാൻ, അത് പ്രബോധനം ചെയ്യാൻ വേണ്ടി ചെയ്ത ത്യാഗങ്ങളില്ലേ, ഇതൊന്നും അറിയാതെ അവർ പോയ സ്വർഗത്തേക്ക് പോകുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നതെന്നാ പടച്ചവൻ ചോദിക്കുന്നത്. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണം. ഈ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നടക്കേണ്ട സംവിധാനങ്ങൾ ഇവിടെ വരണം. അള്ളാഹുവിന്റെ കലാം അത് പഠിക്കുന്നൊരു കേന്ദ്രമായിട്ട്, അത് പഠിപ്പിക്കുന്നൊരു കേന്ദ്രമായിട്ട് ഇത് മാറണം. നമ്മൾ ഖുർആന്റെ മാസത്തിലല്ല അല്ലെ? എന്തുകൊണ്ട് റമദാൻ എന്ന ചോദ്യത്തിന്റെ ഉത്തര ഖുർആൻ. റമദാൻ ഉണ്ടായത് ഖുർആൻ കൊണ്ടാ, അറിയാം. 11 മാസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ റമദാനിനെ റമദാനാക്കിയത് ഷഹ്റു റമദാനില്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ മാസത്ത് ഖുർആൻ ഇറങ്ങിയുണ്ട്. ഇറങ്ങിയിട്ടില്ലായിരുന്നെങ്കിലോ ഒരു പ്രത്യേകത ഉണ്ടാവുമായിരുന്നില്ല റമദാൻ. ഫമൻ ഷഹിദ മിൻകുമുശ് ഷഹ്ർ. അതുകൊണ്ട് നിങ്ങൾ ആ മാസത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഫൽയസും, ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന സെലിബ്രേഷൻ, ഖുർആൻ ഇറങ്ങിയതിന്റെ സെലിബ്രേഷനാണ് നോമ്പ്. ആ സെലിബ്രേഷനാണ് ജമാഅത്തായിട്ട് തറാവീഹ് നിസ്കരിക്കുന്നത്. ആ സെലിബ്രേഷനാണ് നോമ്പ് തുറക്കുന്നതും തുറപ്പിക്കുന്നതും പാവങ്ങളെ സഹായിക്കുന്നതും ഖത്മുൽ ഖുർആൻ ഓതി തീർക്കുന്നതൊക്കെ. അതിന്റെ ആഘോഷ പൊലിമയാണ്. അത് ഭൂമിയിൽ മാത്രമല്ല, ആകാശ ലോകത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്ത് ഒരു ആഘോഷ പൊലിമ ഉണ്ടാക്കി. അതുവരെ തുറക്കാത്ത സ്വർഗത്തിന്റെ 8 ഡോറും റമദാനിന്റെ ഫസ്റ്റ് അല്ലാഹ് തുറന്നു വെച്ചു. അത് ഒരു മാസത്തേക്ക് ഓപ്പണാണ് സ്വർഗം. തുറന്നു വെക്കപ്പെട്ട നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടച്ചു. ഒരു മാസത്തേക്ക് ഓപ്പൺ ഇല്ല നരകം. സ്വർഗത്തുനിന്ന് തടയുന്ന, നരകത്തേക്ക് എത്തിക്കണ പിശാചിനെ ചങ്ങല കിട്ടു പഠിച്ചുണ്ടാക്കിയത്.
ഇതിന്റെ വിളംബരം ചെയ്യാൻ ആകാശ ലോകത്ത് നിന്ന് മലക്കുകളെ പറഞ്ഞയച്ചു. നന്നാവാൻ ആഗ്രഹമുള്ളവര് മുമ്പോട്ട് വരെ, നിങ്ങൾക്ക് പറ്റിയ ചാൻസാ, നിങ്ങളെ തെറ്റിക്കാൻ പിശാച്ചില്ല. തെറ്റിൽ മുഴുകിയവരെ നിർത്തിക്കോ. അതുകൊണ്ടാണ് ഇതുവരെ പള്ളി കയറാത്തവർക്ക് റമദാന് പള്ളി കയറുന്നത്. ഇതൊക്കെ പടച്ചോനുണ്ടാക്കിയ സംവിധാനം. ആലോചിച്ച് നോക്കിയേ, ഈ ഗ്രന്ഥത്തിന്റെ മഹത്വം. ഇത്രമാത്രം ആഘോഷ പൊലിമയുണ്ടാക്കിയ ഒരു മാസക്കാലത്തെ ഈ പൊലിമയിൽ ഈ പരിശുദ്ധ ഖുർആനിനെ ആഘോഷിക്കാൻ റമദാൻ തന്നെ. ആ ഖുർആനിന്റെ മഹത്വം നമ്മൾ അറിയണം. എത്രയോ റമദാൻ കഴിഞ്ഞു പോയിട്ട് ഖുർആനിനെ പരിചയപ്പെട്ടോ? നമ്മൾ ഓതി തീർത്തിട്ടുണ്ട്. ഖുർആനിനെ പരിചയപ്പെട്ടോ? നിങ്ങൾക്കറിയോ മനുഷ്യരുടെ കൂട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠനാരാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? പരിശുദ്ധ ഖുർആനാകുന്ന വേദഗ്രന്ഥം ഇറക്കിയത് മുഹമ്മദ് നബിക്കാണ്. അതുപോലെ പ്രവാചകന്മാരല്ലേ മൂസ അലൈഹിസ്സലാം, അതുപോലെ നബിയല്ലേ ഈസാ അലൈഹിസ്സലാം, ദാവൂദ് അലൈഹിസ്സലാം. തൗറാത്ത് വേദഗ്രന്ഥമല്ലേ? ഇഞ്ചീൽ വേദഗ്രന്ഥമല്ലേ? സബൂർ വേദഗ്രന്ഥമല്ലേ? ആ ഇറങ്ങിയ പ്രവാചകന്മാർക്കൊന്നും ഇല്ലാത്തൊരു ഗ്രേഡ് നമ്മുടെ നബിക്ക് എവിടെ നിന്ന് കിട്ടി? അള്ളാഹുവിന്റെ കലാമിന്റെ വഹിയെ ഇറക്കി കൊടുത്ത ആ പ്രവാചകനാണ്. നിങ്ങൾ നോക്ക്, എണ്ണിക്കണക്കാക്കാനാകാത്ത റബ്ബിന്റെ പക്കൽ മാത്രം കണക്കുള്ള സൃഷ്ടിപ്പാണ് മലക്കുകളുടെ സൃഷ്ടിപ്പ്. റബ്ബിന്റെ സൈന്യം, അതിന്റെ കണക്ക് അല്ലാക്കല്ലാണ്ട് വേറെ ആർക്കും അറിയില്ല. കഅബക്ക് സമാനമായ പള്ളിന്റെ അത്ര 7 ആകാശത്തിനപ്പുറത്ത് ബൈത്തുൽ മഅമൂർ ദിവസം 70,000 മലക്കൾ കയറി നിസ്കരിക്കുന്നുണ്ട്. ഇന്ന് കയറി 70,000 നാളെ കയറൂല, ഇന്നലെ കയറി 70,000 ഇന്ന് കയറൂല. ഖിയാമത്ത് നാൾ വരെ എല്ലാ ദിവസവും പുതിയ 70,000 മലക്കൾ ആ പള്ളി കയറി നിസ്കരിക്കണം. ആ മലക്കളുടെ എണ്ണത്ര? ബൈത്തുൽ മഅമൂറിൽ കയറി നിസ്കരിക്കണ മലക്കളുടെ മാത്രം എണ്ണത്ര? 70,000 ചങ്ങലകളുണ്ട് അത്രേ നരകത്തിന്, ചെയിൻ പിടിച്ചു വലിക്കാൻ. ഒരു ചെയിനിൽ 70,000 മലക്കുകൾ. അങ്ങനെ 70,000 ചെയിനിലും, ഓരോ ചെയിനിലും 70,000 മലക്കുകൾ. ആ നരകത്തിനെ വലിച്ചു കൊണ്ടുപോകുന്ന മലക്കളുടെ എണ്ണത്ര? മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കുങ്ങൾ. അങ്ങനെ ഭൂമിയുടെ ചരൽക്കല്ലുകൾക്ക് സമാനമായ മലക്കുകൾ ഇതാ വരാനിരിക്കുന്നു ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഭൂമിയിലേക്ക്. മലക്കുകളുടെ എണ്ണം എത്ര? ആ മലക്കുകൾക്കൊരു ലീഡർ ഉണ്ട്. ആരാ? റൂഹുൽ അമീൻ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം. എന്താ ലീഡറായത്? ഇത്രയും എണ്ണിക്കണക്കാക്കാനാകാത്ത മലക്കുകളുടെ കൂട്ടത്തിൽ ജിബ്രീൽ എങ്ങനെ ലീഡറായി? ആകാശ ലോകത്ത് നിന്ന്, ലൗഹൽ മഹ്ഫൂദിൽ നിന്ന് പരിശുദ്ധമായ അള്ളാഹുവിന്റെ കലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക് ആ വഹീന്റെ സന്ദേശം കൊണ്ടുവന്ന് കൊടുത്ത മലക്കേതാ? ജിബ്രീൽ. നമ്മുടെ ആയുസ്സിന് 365, ഒരു വർഷത്തിൽ 365 ഡേയും നൈറ്റും ഉണ്ട് അല്ലെ? ആ 365 നൈറ്റിൽ ഒരു നൈറ്റ് 1000 മാസത്തെക്കാളും മഹത്തരം. ഒരു നൈറ്റ് 1000 മാസം എന്ന് പറഞ്ഞാൽ തന്നെ 1084 കൊല്ലായി. അതിനേക്കാൾ കൂടുതൽ, 84-നേക്കാൾ കൂടുതൽ എത്ര ഉണ്ട്? എത്രയാവാം ഒരു നൈറ്റ്. അത് ഏത് നൈറ്റാ? ആ ഖുർആൻ ഇറങ്ങിയ രാത്രി, ലൈലത്തുൽ ഖദർ. ഇന്നാ അൻസൽനാഹു ഫി ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായിക والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. ആ മഹനീയമായ രാത്രിക്ക് മഹനീയത കൊടുത്തത് ഖുർആൻ. എത്ര പേർക്കറിയാം? എത്ര ആളുകൾക്കറിയാം? ജുസ് ഇങ്ങനെ മറിച്ച് പോകുന്നുണ്ട്. 30 ആകുമ്പോൾ ഒരു ഖത്തം തീർക്കണമെന്ന ആഗ്രഹത്തോടു കൂടി അല്ലേ? പാടുപെടുന്നുണ്ട് ഒരു തീർക്കാൻ വേണ്ടി. പക്ഷേ നമ്മുടെ പാരായണം അത് ആത്മാവുള്ള ഖുർആനോത്താണോ, ഖുർആനിനോട് ബാധ്യത നിർവഹിച്ചുകൊണ്ടാണ് നമ്മൾ ഓതുന്നത്? പരിശോധിക്കണം. പൂർവികനായ പണ്ഡിതനാണ്, അറിയപ്പെട്ട പണ്ഡിതനാണ് സുഫിയാൻ സൗരി റഹിമഹുല്ല. സുഫിയാൻ സൗരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ പള്ളിയിലിരുന്ന് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പള്ളിക്കൊരു ഫ്ലോറിൻ്റെ അത്ര മേലെ ഫ്ലോർ. ഇന്നത്തെ സൗകര്യങ്ങളുള്ള ലോകമല്ല, അന്നത്തെ സംവിധാനങ്ങൾ വെച്ച് തട്ടിക്കൂട്ടിണ്ടാക്കിയ ഫ്ലോറാണ്. അതിൻ്റെ മേലെ ഇരുന്നിട്ട് അദ്ദേഹം ഖുർആൻ ഓതുന്നത്. അങ്ങനെ നാളെ പാരത്രിക ലോകത്ത് മനുഷ്യ ജീവിതത്തെ, കർമ്മങ്ങളെ വിചാരണക്കെടുക്കുന്ന വിചാരണയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഇങ്ങനെ ആയത്തുകളിലൂടെ കടന്നുപോകും. പരിശുദ്ധ ഖുർആനിൽ പാരത്രിക ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും വിശദീകരിക്കുന്നുണ്ട്. മരണം തുടങ്ങി അങ്ങോട്ട് സ്വർഗനരകങ്ങൾ, മീസാനുകൾ, സിറാത്തുകൾ,
കർമ്മരേഖ സമർപ്പിക്കുന്നത് ഒക്കെ പരിശുദ്ധ ഖുർആനിലൂടെ പരാമർശിച്ചു പോകുന്നുണ്ട്. ആ ഭാഗം അങ്ങനെ ഓതിപ്പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം പൊട്ടി, മനസ്സ് വിങ്ങി, കണ്ണ് നിറഞ്ഞ് കരഞ്ഞ് കണ്ണീര് പൊടിഞ്ഞിങ്ങനെ വീഴാണ്. അപ്പോൾ താഴത്തെ നിലയിലുണ്ടായിരുന്ന ഒരാളുടെ വസ്ത്രത്തിലേക്കും ശരീരത്തിലേക്കും ഇങ്ങനെ വെള്ളത്തുള്ളിട്ടുകയാണ്. അപ്പോൾ മുകളിലിരിക്കുന്ന സുഫിയാനി സൗരിയോട് ചോദിക്കുന്നുണ്ട് അദ്ദേഹം, ഇതെന്താണ്? എൻ്റെ വസ്ത്രത്തിലേക്ക് ചില വെള്ളത്തുള്ളികളൊക്കെ വീഴുന്നുണ്ടല്ലോ, എനിക്ക് ഇതിപ്പോൾ ഞാൻ വസ്ത്രം അഴിച്ച് കഴുകണോ, മാലിന്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്രേ, അതെ ഇത് മാലിന്യമാണ്, കഴുകണം, ഇത് മാലിന്യമാണ്, കഴുകണം. വിചാരണ, പരലോകത്തെ വിചാരണയെക്കുറിച്ച് അള്ള പറയുന്ന ആയത്തുകളിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ എൻ്റെ മനസ്സ് പൊട്ടിയിട്ട്, എൻ്റെ പാപങ്ങളെ ഓർത്തിട്ട്, ആ തിന്മകൾ നിറഞ്ഞ ആ തിന്മകളെ ഓർത്ത് കലങ്ങി വന്ന കണ്ണുനീരിൻ്റെ വെള്ളത്തുള്ളിയ, അതിന് പാപത്തിന്റെ കലർപ്പുണ്ടാവതിന് അത് വൃത്തിയാക്കിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് ചോക്കി 6236 ആയത്തിന്റെ ഖുർആനിലെ 30 ജുസിലെ 114 സൂറത്തില് ഈ 6236 ആയത്തിൽ ഏതെങ്കിലും ഒരു ആയത്ത് നമുക്ക് അങ്ങനെ തട്ടിയിട്ടുണ്ടോ? മനസ്സിൽ തട്ടിയോ? ഒരായത്ത് ഓതിയിട്ടില്ലേ? 6236 ജീവിതത്തിൽ ഓതിയിട്ടില്ലേ? എത്ര തവണ ഓതിയിട്ടുണ്ട്? പ്രത്യേകിച്ച് ഒരു റമദാൻ വരുമ്പോൾ നമ്മൾ ആവർത്തിച്ച് ഓതുന്നില്ലേ? എന്ത് സ്വാധീനം നമ്മുടെ മനസ്സിലുണ്ടാക്കിയ ഖുർആന്റെ ആയത്ത്? സുഹൃത്തുക്കളെ, നമ്മളിതിനെ പരിചയപ്പെടണം, നമ്മളതിനെ പഠിക്കണം. ആ ഗ്രന്ഥത്തിന്റെ അത്ഭുതം, ആ ഗ്രന്ഥത്തിലുള്ള മിറാക്കിൾ മനുഷ്യന്മാർക്ക് മാത്രമല്ല കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒക്കാല മാർക്കറ്റിനടുത്ത് സഹാബത്തിന്റെ കൂടെ ഫജ്ർ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് കുറച്ച് ജിന്നുകൾ വന്നത്. ആകാശത്തു നിന്നുള്ള കട്ടുകേൾവി ഇല്ലാതായി പോയിട്ടുണ്ട്. അപ്പൊ പിശാചുക്കള് അതിന്റെ കാരണം അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഈ ജിന്ന് വർഗം അന്വേഷിച്ച് വന്നെത്തിയത് പ്രവാചക അടുക്കലേക്കാണ്. സൂറത്തുൽ ഫജ്ർ ഇങ്ങനെ പാരായണം ചെയ്തു, ഫജ്ർ നമസ്കാരത്തില് ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടിട്ട് അവർക്ക് തോന്നി ഇത് തന്നെയാണ് ആ തടസ്സത്തിന് കാരണം, ഈ അത്ഭുതമാണ്. അവരുടെ ആളുകളിലേക്ക്, ജിന്നിൻ കൂട്ടങ്ങളിലേക്ക് ഇലാ ഖൗമിഹിം റജഉ ഇലാ ഖൗമിഹിം കാണാതെ മടങ്ങിപ്പോയിട്ട് ഒരു പറഞ്ഞെന്തറിയോ, ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ, ഞങ്ങളൊരു അത്ഭുതപരമായ അത്ഭുതങ്ങളുടെ ഖുർആൻ കേട്ടിരിക്കുന്നു. ആ ജിന്നുവർക്ക് പോയി പറഞ്ഞു. ആ സമയത്താണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ജിന്നിന്റെ ആദ്യത്തെ 2 വചനങ്ങൾ അവർ പറയുന്നുണ്ട്. അവിടെ പോയിട്ട് യഹ്ദീ ഇലർ റുശ്ദി ഫആമന്നാ ബി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ. യഹ്ദീ ഇലർ റുശ്ദ്, നേർമാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു കിതാബാണ്. യഹ്ദീ ഇലർ റുശ്ദ് ആമന്നാ ബിഹി, ഞങ്ങളും വിശ്വസിച്ചിരിക്കുന്നു ആ ഖുർആനിൽ. വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ, ആ റബ്ബിൽ ഞങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കൂലെന്ന് ആ ജിന്ന് വർഗം പ്രഖ്യാപിച്ചു ആയത്ത് കേട്ടിട്ട്. അപ്പോഴാണ് ഈ ആയത്ത് അല്ലാഹ് അവതരിപ്പിച്ചത്. ഖുൽ, പറയ് നബിയേ, ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ യഹ്ദീ ഇലർ റുശ്ദി ഫആമന്നാ ബിഹി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ. പറയ് നബിയേ, ഊഹിയ ഇലയ്യ, എനിക്ക് വഹ്യ് കിട്ടിയിട്ടുണ്ട്, ദിവ്യ സന്ദേശം കിട്ടിയിട്ടുണ്ട്. അന്നഹു, എന്താണത്? ഇസ്തമഅ നഫറും മിനൽ ജിന്ന്, ജിന്ന് വർഗത്തിൽപ്പെട്ടൊരു കൂട്ടം ആളുകൾ ശ്രദ്ധിച്ചു കേട്ടു. അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്ന് ഫഖാലൂ, എന്നിട്ട് അവർ പറഞ്ഞു ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ, ഒരു അത്ഭുത ഖുർആൻ കേട്ടിരിക്കുന്നു. ഓർക്ക് തോന്നിയിട്ടുണ്ട്. മനുഷ്യർക്ക് കാണാൻ പറ്റാത്ത ഭൂലോകവാസികളായ ജിന്ന് വർഗത്തിന് ഖുർആന്റെ ആയത്ത് കേട്ടപ്പോൾ തോന്നി. എനിക്കും നോക്കും തോന്നിയോ ഇതൊരു അത്ഭുത സാധനമാണ് കേട്ടത്, അത്ഭുത ഖുർആനാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പഠിക്കണം. നമുക്ക് പരിചയമില്ല ഖുർആനിനെ, അതിന്റെ പുറംചട്ട അറിയാം, നോക്കി അക്ഷരങ്ങൾ വായിക്കാൻ അറിയാം, എന്നതിലപ്പുറത്ത് അതിന്റെ ആയത്തുകളുടെ ആശയങ്ങളേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നു. മുസ്ലിം ആകണ്ട, ഇത് അത്ഭുതമൊന്നും മനസ്സിലാകാൻ. ക്രൈസ്തവ പുരോഹിതന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കടന്നു വന്ന ക്രൈസ്തവ പുരോഹിതന്മാർ കണ്ണു നനഞ്ഞ് കരഞ്ഞു, എന്നിട്ട് വിശ്വസിച്ചു. 7-ാമത്തെ ജുസ് തുടങ്ങുന്നത് ആ വചനത്തിലാണ്. ഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂലി തറാ അയുനഹും തഫീദു മിനദ് ദംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ്. ഇദാ സമിഉ, അവർ കേട്ടപ്പോൾ മാ ഉൻസില ഇലർ റസൂൽ, റസൂലുള്ളാഹി ഇറക്കിയതിനെ അവർ കേട്ടപ്പോൾ തറാ അയുനഹും, അവരെ കണ്ണുകളെ കാണാം, തഫീദു മിനദ് ദംഇ, കണ്ണുനീര് ഇങ്ങനെ ഒലിക്കുന്നത് കാണാം. മിമ്മാ അറഫു മിനൽ ഹഖ്, ആ ഹഖ് ഉള്ളിൽ കയറി, ആ ഹഖ് ബോധ്യപ്പെട്ടു. നമ്മൾ ഓതിയില്ലേ, നമുക്ക് അതിൻ്റെ ഹഖ് ബോധ്യപ്പെട്ടോ? ബോധ്യപ്പെട്ടിരുന്നുവെങ്കിൽ
യഖറൂന ലിൽ അദ്കാൻ ഖറു സുജ്ജദ എന്ന് പറഞ്ഞു. സൂറത്തുൽ ഇസ്രാ അവസാനിപ്പിച്ച ആയത്തിലാണ്. സുജൂദക്ക് വീഴും, നമ്മൾ സുജൂദക്ക് വീഴും, കരയും ആയത്തുകൾ. അങ്ങനെ ഒരു മാസ്മരിക ശക്തിയുണ്ട് പരിശുദ്ധ ഖുർആനിന്. സൂറത്ത് സുമർ എടുത്ത് പഠിച്ചു നോക്ക്, ഖുർആനിന്റെ ആയത്തിലെ മാസ്മരികത വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീഥി കിതാബൻ മുതശാബിഹ മതാനിയ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم تلين جلودهم وقلوبهم إلى ذكر الله. ദായത്ത് പറഞ്ഞറിയോ, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, അല്ലാഹു അവതരിപ്പിച്ച ഏറ്റവും നല്ല ഹദീസ്, ഏറ്റവും നല്ല വർത്തമാനം. കിതാബൻ മുതശാബിഹൻ, സാദൃശ്യമുള്ള ഗ്രന്ഥം. വേറെ വേദഗ്രന്ഥങ്ങളുണ്ടല്ലോ, തൗറാത്തും ഇഞ്ചീലും സബൂറും പോലെ അതിനോട്, അതിന്റെ ആശയങ്ങളോട് സാദൃശ്യമുള്ള ആശയങ്ങളാണ് ഇതിനുള്ളത്. ഖുർആനിലെ സൂക്തങ്ങൾ തന്നെ പരസ്പരം സാദൃശ്യമുള്ളതാണ്. മാത്രമല്ല മതാനിയ, ആവർത്തനങ്ങളുണ്ട് ഖുർആനിൽ ഇഷ്ടം പോലെ. ഒരേ വചനം വീണ്ടും 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 വരുന്നുണ്ട്. സൂറത്തുർ റഹ്മാൻ നിങ്ങൾ നോക്കിയിട്ടില്ലേ? ഖുർആനിന്റെ മണവാട്ടി എന്ന സൂറത്തിൻ്റെ, ഖുർആനിന്റെ ബ്യൂട്ടി ഉള്ളത് ആ സൂറത്തിലാണ്. അറൂസുൽ ഖുർആൻ. ആ സൂറത്തിൽ ഒരായത്ത് ആവർത്തിച്ചു വരുന്നില്ലേ? ഏതായത്ത്? ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. എത്ര തവണ വരുന്നുണ്ട് സൂറത്തുർ റഹ്മാനിലെ? 31 ഒരായത്ത്. ഒന്നാമത്തെ തവണ ഓതി, രണ്ടാമത്തെ തവണ ഓതി. ഇതൊക്കെ നേരത്തെ ഓതിയതല്ലേ, ഇനിയിപ്പോൾ ഇത് ഓതണം. ഇതെന്താണ് ഇങ്ങനെ ആവർത്തനം വരുമ്പോൾ ആവർത്തന വിരസത എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഏറ്റവും ബ്യൂട്ടി ആയിട്ട് ഓതാൻ പറ്റുന്ന സൂറത്തത. ഒരേ ആയത്ത് 31 പ്രാവശ്യം പറഞ്ഞിട്ടും ഇന്നവരെ ആർക്കും ആവർത്തന വിരസത അനുഭവപ്പെട്ടിട്ടില്ല. ഖുർആന്റെ ബ്യൂട്ടിയാണ്. മതാനിയ ഉള്ള പറയാണ്, മുതശാബിഹാണ്, സാദൃശ്യമുണ്ട്, ആവർത്തനങ്ങളുണ്ട്. ഇനി ശേഷം പറയുന്ന വാചകം നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. തഖ്ശഇറു മിൻഹു, ആ വചനം കൊണ്ട് കൂൾമയുർക്കൊള്ളും, രോമാഞ്ചുണ്ടാവും. ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, തൊലികൾ കൂൾമയുർക്കൊള്ളും. ആർക്ക്? തങ്ങളുടെ റബ്ബിനെ ഭയപ്പെടുന്നവർക്ക്. അള്ളാഹിനെ പൊടിക്കുന്ന ആളുകൾക്ക് രോമാഞ്ചം ഉണ്ടായിട്ടേ ഖുർആൻ ഓതാൻ പറ്റും. അങ്ങനെ ഒരു മാസ്മരികത ഉണ്ടായിട്ടുണ്ടോ? എത്രയോ തവണ ഖുർആൻ ഓതി തീർന്നിട്ട് ഏതെങ്കിലും ഒരു ആയത്ത് അങ്ങനെ തട്ടിയോ? ثم تلين جلودهم وقلوبهم إلى ذكر الله. പിന്നീട് അങ്ങോട്ട് ഈ വചനാമൃതം ഉള്ളിൽ കയറിയപ്പോ അതിലേക്ക് ലയിച്ചു ചേർന്നിട്ട് അവന്റെ തൊലികളും അവന്റെ കൽബും ഈ വചനങ്ങളിലേക്ക് ലോലമായി വരും. സുബ്ഹാനല്ലാഹ്. അത് മനസ്സിലാക്കേണ്ട മാസ. ഓതി തീർത്തു പോയാൽ പോരാ. തഫ്സീറില്ലേ? നിങ്ങളെ മൊബൈൽ ആൻഡ്രോയിഡ് ഫോണിലുണ്ട് ഖുർആൻ തഫ്സീർ. ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഒരു ദിവസം ഒരു ആയത്തെങ്കിലും ആശയം പഠിക്കും. ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂള് ഇവിടെ ഉണ്ടോ? പഠിതാക്കൾ എത്ര ഉണ്ട് ഇരിക്കുന്നവരിൽ? ക്ലാസ് ഉണ്ട് പല സ്ഥലത്തും. പഠിക്കാൻ വരുന്ന ആളുകൾ തുച്ഛാണ്. തീരുമാനിക്കണം. റമദാൻ ഒക്കെ ചെയ്തു തീർക്കാനുള്ളതല്ല, തുടക്കാണിത്. റമദാനിലുണ്ട് പള്ളികളൊക്കെ ഭയങ്കര സജീവമാണ്, ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും, നോമ്പറുണ്ടാവും, ആളുകളൊക്കെ കൂടും, ജമാഅത്തിന് ഫുള്ളായിരിക്കും. നോമ്പ് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ സുബഹിക്ക് ഇമാം ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കണം, ജമാഅത്ത് എടുക്കണമെങ്കിൽ. പല സ്ഥലങ്ങളിലും അങ്ങനെയാണ്. അങ്ങനെ ആകരുത്. റമദാനിൽ തുടങ്ങി വെച്ചത് ജീവിതാന്ത്യം വരെ നമുക്ക് നിലനിർത്താൻ കഴിയണം. ഈ അത്ഭുതത്വങ്ങൾ പരിചയപ്പെടണം. അതായത് റമദാനിനെ റമദാനാക്കിയ, ഖുർആൻ അറിയാതെ റമദാൻ കടന്നുപോയ ഏത് സ്വർഗത്തേക്ക് നമ്മൾ പോവാ? സ്വർഗത്തിന്റെ ഏറ്റവും ഔന്നത്യത്തിലേക്ക്, ഏറ്റവും ടോപ്പിലേക്ക്, ടോപ്പ് ഫ്ലോറിലേക്ക് എത്തുന്ന ആരാന്നറിയോ? ഏറ്റവും നന്നായിട്ട് ഖുർആൻ അറിയുന്നതാണ്. ഇഖ്റ വർഖ കമാ കുൻത തുറത്തിലു ഫി ദുനിയ ഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ. സ്വർഗത്തേക്ക് കയറുമ്പോൾ അവിടെ പെർമിഷൻ തരും, ഫ്ലോർ കയറി പോവാൻ, ടോപ്പിലേക്ക്. ഇഖ്റ, ഓദിക്കോ കയറിക്കോ എന്നാ പറയാന്ന് സ്വർഗത്തിൽ. ഇന്ന മൻസിലതക, നിന്റെ ഗ്രേഡ്, നിന്റെ പൊസിഷൻ, ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ, നീ ഓതുന്ന ലാസ്റ്റത്തെ ആയത്ത്. പക്ഷെ എങ്ങനെ ഓതുന്ന? കമാ കുൻത തുറത്തിലു ഫി ദുനിയ, ഈ ലോകത്ത് തെർത്തീല് ചെയ്തതുപോലെ എന്നാ പറഞ്ഞത്. എന്താ തെർത്തീല്? പരിശുദ്ധ ഖുർആന്റെ പാരായണത്തിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അത് അള്ളാഹ് പഠിപ്പിച്ച നിയമം. ആ നിയമം വെച്ചിട്ടാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഓതിക്കൊടുത്തത്. ആ നിയമം വെച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബത്തിന് ഖുർആൻ ഓതിക്കൊടുത്തത്.
ആ നിയമം അനുസരിച്ച ഖുർആൻ ഓതേണ്ടതെന്നാണ്, ഖുർആൻ ഇറക്കിയതും ഓതേണ്ടതും അങ്ങനെ എന്നാ ഖുർആൻ പറഞ്ഞത്. സൂറത്തു ഫുർഖാനിലും സൂറത്തു മുസമ്മിലും 2 സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു. സൂറത്ത് ഫുർഖാനിന്റെ 36-ാമത്തെ ആയത്തിൽ പറഞ്ഞു, നാം ഇതിനെ തെർത്തീലാക്കി. അള്ളാഹ് വഹി ഇറക്കിയത് തെർത്തീലായിട്ട്. തെർത്തീൽ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതേണ്ട രൂപത്തിൽ അവധാനതയോടെ നിയമങ്ങൾ പാലിച്ച് അക്ഷരസ്ഫുടതയോടെ മഖ്റജുകളിൽ നിന്ന് അക്ഷരങ്ങൾ വന്ന് തജ്വീദിന്റെ നിയമങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് ഓതുന്നതിനാണ് തെർത്തീൽ എന്ന് പറയാം. അങ്ങനെ അള്ളാഹ് വഹി ഇറക്കിയെന്ന് ഖുർആൻ പറഞ്ഞു. ഇനി നമ്മളോട് അതെങ്ങനെ പാരായണം ചെയ്യണമെന്ന് പഠിപ്പിക്കണം. സൂറത്ത് മുസമ്മിലിന്റെ 4-ാം വചനം, വറത്തിലിൽ ഖുർആന തർത്തീല. എങ്ങനെ? ഖുർആൻ നിങ്ങൾ റീഡ് ആക്കേണ്ടതല്ല, അത് ചാന്റ് ആക്കേണ്ടത്, തെർത്തീൽ ചെയ്യണം എന്ന് ഖുർആൻ പറഞ്ഞു. എത്ര പേർക്കറിയാം? എത്ര പേർക്കറിയാം? ഡ്രൈവിങ്ങിന്റെ റൂൾസ് അറിയാം അല്ലെ? ആ സിഗ്നൽ, ആ സിമ്പിൾ എന്തിൻ്റെതാണ്, പിന്നെ ആ ബോർഡ് എന്തിൻ്റെതാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതിനേക്കാൾ ഗൗരവത്തോടു കൂടി പഠിക്കേണ്ട സിമ്പലാണ് ഓതുന്ന ആയത്തുകൾക്കിടയിലുള്ള സിമ്പലുകൾ. അറിയോ? ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് അതിന്റെ സിമ്പലും റോഡ് റൂൾസ് ഒന്നും പഠിക്കാണ്ട് വണ്ടി എടുത്താൽ എന്താ സംഭവിക്കുക? ഏത് സമയത്തും ആക്സിഡന്റിന് ചാൻസ് ഉണ്ട്. ആക്സിഡന്റ് ആയാലോ ഒന്നുകിൽ വണ്ടി തകരും, അല്ലെങ്കിൽ ആള് മരിക്കും. അപകടമാണ് അല്ലേ? അതിനേക്കാൾ വലിയ അപകടം ഖുർആൻ ഓതുമ്പോൾ അതിന്റെ സിഗ്നൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടാവും. എങ്ങനെയാണെന്നറിയോ? നിങ്ങളിങ്ങനെ ആയത്തുകൾ ഓതിപ്പോകുന്ന സമയത്ത് ഇടയിൽ കണ്ട സിഗ്നല് ഏതെങ്കിലും അക്ഷരമായിരിക്കും, സിമ്പല്. അവിടെ നിർത്തണോ വേണ്ടേ എന്നുള്ളതൊക്കെ ഓരോ അക്ഷരത്തിനും ചിഹ്നത്തിനും നിയമമുണ്ട്. അതറിയാത്ത ഒരാൾ ഖുർആൻ ഓതിപ്പോയി നിർത്തേണ്ടടുത്ത് നിർത്തിയില്ല, നിർത്താൻ പാടില്ലാത്തടത്ത് നിർത്തുകയും ചെയ്തു. എന്താ അപകടം? ഖുർആന് എന്താണോ അള്ളാഹു ആയത്തിലൂടെ പറഞ്ഞ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് മീനിങ് കിട്ടും. സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാണെങ്കിൽ അനാമിലെ 36-ാമത്തെ ആയത്താണെന്ന് എൻ്റെ ഓർമ്മ. ഇന്നമാ യസ്തജീബുല്ലദീന യസ്മഊൻ വൽമൗതാ യബ്അതുഹുമുല്ലാഹു സുമ്മ ഇലൈഹി യുർജഊൻ. ഇന്നമാ യസ്തജീബുല്ലദീന യസ്മഊൻ, തീർച്ചയായും കേൾക്കുന്നവർ ഉത്തരം ചെയ്യും. യസ്തജീബു എന്ന് പറഞ്ഞാൽ ആൻസർ ചെയ്യും, കേൾക്കുന്ന ആൾക്കാർ ആൻസർ ചെയ്യും. വൽ മൗത എന്നാൽ മരിച്ചവർ, യബ്അതുഹുമുല്ലാഹ് അവരല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും അന്ത്യദിനത്തിൽ. അവർക്ക് പിന്നെ കേൾക്കാൻ ഉത്തരം ചെയ്യാനൊന്നും കഴിയില്ല. അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും, അള്ളാഹുവിലേക്ക് അവരെ മടക്കപ്പെടും. അതാണ് ഈ ആയത്തിന്റെ ആശയം. അവിടെ ഞാൻ ഒരായത്താണ് ഓതിയത്, പക്ഷെ ഞാൻ അവിടെ നിർത്തിയിട്ടാണ് ഓതിയത്. ഇന്നമാ യസ്തജീബുല്ലദീന യസ്മഊൻ അവിടെ നിർത്തിയിട്ട് പിന്നെ ബാക്കി ഓതി. എന്തിനാണെന്നറിയോ? ആ ആയത്തിന്റെ ഇടയിൽ യസ്തജീബുല്ലദീന യസ്മഊൻ എന്ന് കഴിഞ്ഞിട്ട് അതിന്റെ മേലെ ചെറിയൊരു ചോട്ടാ മീമുണ്ട്. ആ മീമിന്റെ നിയമം വഖ്ഫുൽ ലാസിം, സ്റ്റോപ്പ് കമ്പൽസറി. അവിടെ നോ എക്സ്ക്യൂസ്, ഒരു കോംപ്രമൈസും ഇല്ല. അവിടെ നിർത്തിയേ മതിയാകും, നിർബന്ധമാണ്. നിർത്താതെ ഓടിയാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഇന്നമാ യസ്തജീബുല്ലദീന യസ്മഊന വൽ മൗത എന്നൊരാൾ ഓതി. എൻ്റെ അർത്ഥം എന്താണെന്നറിയോ? തീർച്ചയായും കേൾക്കുന്നവരും മരിച്ചവരും ഉത്തരം ചെയ്യും. ആദ്യം പറഞ്ഞ അർത്ഥപ്രകാരം കേൾക്കുന്നവർ ഉത്തരം ചെയ്യും, മരിച്ചവർ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. കൂട്ടി വായിച്ചപ്പോൾ എന്തായി? ആ വാവിന്റെ അർത്ഥം മാറി. യസ്മഊന വൽ മൗത, 2 സാധനത്തിന്റെ ഇടയിൽ ഒരു വാവ് വന്നാൽ അതിന്റെ മീനിങ് ആൻഡ് അതും ഇതും. അപ്പോൾ കേൾക്കുന്നവരും മരിച്ചവരും എന്ന് കിട്ടി. എന്നവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ആ വാവ് എടുത്തു ഓതുമ്പോൾ ആ വാവിന്റെ അർത്ഥം എന്താണെന്നറിയോ? എന്നാൽ വേറൊരു കാര്യത്തെക്കുറിച്ച് പറയാണ്. ആദ്യത്തെ സെന്റൻസ് കംപ്ലീറ്റ് ആയി, ഫുൾ സ്റ്റോപ്പ് വന്നു. അതിനാണ് ആ മീമ് കൊടുത്തിട്ടില്ല. അപ്പൊ ഇവിടെ നിർത്തിയില്ലെങ്കിലുള്ള അപകടം. എന്നാൽ നിർത്താൻ പാടില്ലാത്തത് നിർത്തിയാലും ഇത് വരും, നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിലും വരും. സുബ്ഹാന, അവർ പറയുന്നു അള്ളാഹ്ക്ക് കുട്ടിയുണ്ട്. ഈസാ നബിയെ കുറിച്ച്, ഉസൈറിനെ കുറിച്ച് അള്ളാഹിന്റെ കുട്ടിയാണെന്ന് ജൂതന്മാര് പറഞ്ഞു, ക്രൈസ്തവർ പറഞ്ഞു. അള്ളാഹ് പറയണം ഖാലു, അവർ പറഞ്ഞു ഇത്തഖദല്ലാഹു വലദ, അള്ളാഹ്ക്ക് കുട്ടിയുണ്ട്. സുബ്ഹാന, അള്ളാഹു പരിശുദ്ധനാണ്. അവർ പറയുന്നതിൽ നിന്നൊക്കെ അള്ളാഹു പരിശുദ്ധനാണെന്ന് അപ്പുറത്തെ വാചകമുണ്ട്. അവിടെ നിർത്തിയിട്ട് എടുക്കണം. ഇനി നമ്മൾ നിർത്താണ്ട് ഓതിയാലോ? സുബ്ഹാന, അള്ളാഹുവിന് കുട്ടിയുണ്ടെന്നവർ പറയുന്നു, ആ കുട്ടി പരിശുദ്ധനാണ്. അള്ളാഹ്ക്ക് കൊടുക്കേണ്ട സുബ്ഹാന കുട്ടിക്ക് പോകും ചേർത്തി ഓതിയാൽ. ഞാൻ പറഞ്ഞു വന്നത് ചില ഉദാഹരണങ്ങൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി. പരിശുദ്ധ ഖുർആൻ തർത്തീൽ, അതിന്റെ തജ്വീദിന്റെ നിയമങ്ങൾ മനസ്സിലാക്കി പാരായണം ചെയ്യാതിരുന്നാൽ, നമ്മൾ ഊതാൻ അറിയുന്നു എന്ന് പറയുന്നിടത്ത് തന്നെ എത്രയോ അപകടങ്ങൾ
പതിയിരിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ആശയങ്ങളിലോ അറിയണം. മനുഷ്യന്റെ ഗൈഡ് ലൈൻ, മനുഷ്യന്റെ മാനുവൽ, കാറ്റലോഗ് എന്ന് പറയാൻ പറ്റുന്ന സാധനം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളത് അതിലാണ്. മനുഷ്യന് സ്വർഗത്തിലേക്ക് എത്താനുള്ള ഗൂഗിൾ മാപ്പ്, റൂട്ട് മാപ്പാണ് പരിശുദ്ധ ഖുർആൻ. സമയം റൂട്ട് മാപ്പാണ് പരിശുദ്ധ ഖുർആൻ. പുതിയൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, പരിചയമില്ലാത്ത നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് പോകൂലേ, ആപ്പിൽ വഴിയറിയാൻ വേണ്ടിയിട്ട്. സ്വർഗത്തിലേക്കുള്ള റൂട്ട് മാപ്പാണ്, ഗൂഗിൾ മാപ്പാണ് അത്. ഖുർആൻ സ്റ്റാർട്ടിങ് തുടക്കത്തിൽ തന്നെ അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ല. രണ്ടാമത്തെ സൂറത്ത്, ഒന്നാമത്തെ സൂറത്ത് ഖുർആനിന്റെ രത്ന ചുരുക്കം, കൺക്ലൂഷൻ, ഫാത്തിഹ, എല്ലാ സൂറത്തുകളുടെ ആശയം ഒറ്റ സൂറത്തിലുണ്ട്. അത് പഠിച്ച് നമ്മളതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും. രണ്ടാമത്തെ സൂറത്ത് ബഖറ, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്, ദാലിക്കൽ കിതാബ്, ഈ ഗ്രന്ഥം, ലാ റൈബ ഫീഹി, നോ ഡൗട്ട്. ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ ചിലപ്പോൾ ഡൗട്ട് ആക്കണം, ഇതെന്നെയാ വഴി എന്നൊക്കെ ചിലപ്പോഴും പലരും പോയി കുടുങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷെ ഈ ഗൂഗിൾ മാപ്പ് സ്വർഗത്തിന്റെ, നോ ഡൗട്ട്, ലാ റൈബ ഫീഹി ഹുദൻ, ഇത് മാപ്പ് തന്നെയാണ്, ശരിക്കുള്ള സ്വർഗത്തിലേക്കുള്ള മാപ്പാണ്. എന്താ പറയാൻ, ലിൽ മുത്തഖീൻ, ആർക്ക്? മുത്തഖികൾക്ക്, തഖ്വയുള്ള ആളുകൾക്ക് ഇതൊരു റൂട്ട് മാപ്പാണ്. ദല്ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന അസ്സലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അദൃശ്യമായി ആരാ മുത്തഖികൾ? അവരെ വിശദീകരിക്കുകയാണ്. മുത്തഖി എന്ന് പറഞ്ഞിട്ട് ആരാണ് മുത്തഖികൾ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, കാണാത്തത് വിശ്വസിക്കുന്നവർ. നമ്മുടെ വിശ്വാസം മുഴുവനും ഈ മെറ്റീരിയൽ വേൾഡിൽ മാത്രമാണ് അല്ലേ? ഒറ്റക്ക് നിസ്കരിച്ചാൽ കിട്ടുന്നതിനേക്കാളും 27 ഇരട്ടി റിവാർഡ് തരാന്ന് പറഞ്ഞിട്ട് എത്ര ആൾ ജമാഅത്തിന് എത്തുന്നുണ്ട്? എന്നാൽ പള്ളിയിൽ വന്നിട്ട് ഡോറിന്റെ അടുത്ത് 27 ഇരട്ടി പൈസ കൊടുത്താലോ എല്ലാവരും ജമാഅത്തിന് വരും. നമ്മുടെ വിശ്വാസം മെറ്റീരിയൽസിൽ മാത്രമാണ്. മരിച്ചിട്ട് അങ്ങോട്ടുള്ളതൊക്കെ കിട്ടുമോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. വിശ്വാസം ഉള്ളിൽ കറച്ചിട്ടില്ല. നമ്മളെങ്ങനെ മുത്തക്കിയാകുക? നമുക്കെങ്ങനെ സ്വർഗത്തിലേക്ക് എത്തിക്കുക? ഖുർആൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, കാണാത്ത സിറാത്തിലും നരകത്തിലും സ്വർഗത്തിലും വിചാരണയിലും ഒക്കെ വിശ്വസിക്കുന്നവരാണ് മുത്തഖികൾ. യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന സ്വലാത്ത്, നിസ്കരിക്കുന്നവരെന്നല്ല, നിസ്കാരം ചിട്ടയോടെ മുറപ്രകാരം സമയാസമയത്ത് ജമാഅത്തായി ഖുശൂഅോടെ നമസ്കരിക്കുന്നവരാണ് മുത്തഖികൾ. യുഖീമൂന സ്വലാത്ത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്ന അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ. സമ്പത്ത് മാത്രമായിട്ട് നമ്മൾ ഒറ്റപ്പെടുത്തണ്ട. എന്തൊക്കെ തന്നിട്ടുണ്ടോ പഠിച്ചോ ഒക്കെ അല്ലാഹ്ക്ക് കൊടുക്കുക. കണ്ണ്, കാത്, ആരോഗ്യം, ഒഴിവ് സമയം, സമ്പത്ത്, എനർജി, യൗവനം, യുവത്വം ഒക്കെ അല്ലാഹ്ക്ക് വേണ്ടി കൊടുക്കുന്നത് ഒരാ മുത്തഖികൾ. അപ്പൊ സ്വർഗത്തിന്റെ റൂട്ട് മാപ്പ് എന്ന് ഖുർആൻ തുടക്കത്തിൽ തന്നെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഖേദകരമെന്ന് പറയട്ടെ, ഈ ഖുർആനിനെ വ്യത്യസ്തമായ രൂപത്തിൽ കൈകാര്യം ചെയ്യുന്ന ഈ മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാര്, ഇസ്ലാമിക സംഘടനാ നേതാക്കന്മാരൊക്കെ അല്ലെ, ഖുർആന് ഒരു ജീവിതോപാധിയായിട്ട് പണം ഉണ്ടാക്കാനുള്ളൊരു, എൻ്റെ ഉപ്പ മരിച്ചപ്പോ ഒരു ഉസ്താദിന്റെ അടുത്ത് പോയിരുന്നു. മരണവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തപ്പോൾ ഉസ്താദിന്റെ അടുത്ത് ചോദിച്ചു, സാറേ, ഈ മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ എന്താണ് തെളിവ്? മരിച്ച വീട്ടില് മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതാൻ വേണ്ടി വരുന്ന ആളുകൾ ഖുർആനിന്റെ നിയമങ്ങളൊന്നും പാലിക്കുന്നില്ല, അവര് ഒന്ന് ഓതി തീർത്തിട്ട് പൈസ വാങ്ങി പോകാൻ വേണ്ടിയിട്ട് ഓതുകയാണെന്ന് പറഞ്ഞു പോലും അത് കൂലിപ്പണിയാണ്, അവർക്ക് ഇഖ്ലാസിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സമസ്ത പണ്ഡിതനാണ്, അറിയപ്പെട്ട പണ്ഡിതനാണ് ഞങ്ങളുടെ നാട്ടിലെ. ഞാൻ പറഞ്ഞത് കേവലം ജീവിച്ചിരിക്കുന്നവരോട്, ജീവിച്ചിരിക്കുന്ന ഹൃദയങ്ങളോട് സംസാരിക്കുന്ന അല്ലാഹുവിന്റെ കലാമിനെ അത് ഓതാൻ തുടങ്ങണമെങ്കിൽ, അയാളോട് ഒരായത്ത് ഓതി കൊടുക്കാൻ തുടങ്ങണമെങ്കിൽ അയാളെ കാറ്റ് പോയി ഉറപ്പാണ്. തീർന്ന് തുടങ്ങിക്കോളി യാസീൻ. അതേ യാസീനില പറഞ്ഞെന്തെന്ന്, ആ യാസീൻ തന്നെ പറയുന്നുണ്ട് ഇത് ജീവിച്ചിരിക്കുന്നവർക്കുള്ളതാണ് കേട്ടോ. ഓതുന്നവിടെ മരിച്ചു എന്ന് ഉറപ്പായതിനു ശേഷം അളവിലും തൂക്കത്തിലും കച്ചവടത്തിലും കൃത്രിമ വഞ്ചനയൊക്കെ കാണിച്ച് ജീവിച്ച മനുഷ്യന്റെ കബറിന്റെ അടുത്ത് പോയിട്ടിരുന്നിട്ട് ഓതാണ് വൈലുൽ മുതഫ്ഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ. അളവിലും തൂക്കത്തിലും കച്ചവടത്തിലൊക്കെ ചീറ്റിംഗ് നടത്തുന്നവർക്ക് നാശം, നരകം. ഓൻ ജീവിതകാലം മുഴുവൻ ചെയ്തിട്ട് ഇപ്പൊ 6 മണിന്റെ അടിയിലാണ്, ഇപ്പൊ അവിടെ കച്ചവടം നടത്തുന്നില്ല. എപ്പോഴാണ് ഓതി കൊടുക്കണ്ടേ? ആ ചെയ്യുന്ന സമയത്ത് മുപ്പരെടുത്ത് വിട്ടാൽ ഇങ്ങനെ ഒരു സൂറത്തുണ്ട്, സൂറത്തിന്റെ പേര് തന്നെ മുതഫ്ഫിഫീനാണ്. ആളാ കച്ചവടത്തിന് കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം എന്നാ പറയണത്. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ,
ലിയൗമിൻ അദീം, ഒരു വല്ലാത്ത ഭയാനകമായ ദിവസത്തിൽ അള്ളാഹിന്റെ മുമ്പിൽ പോയി നിൽക്കണ്ടേ എന്നൊക്കെ ചോദിക്കണ ആയത്ത്. ആ മനുഷ്യൻക്കെങ്ങാനും കബറിന്ന് പുറത്തേക്ക് വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ ഉസ്താദൊക്കെ കൊടുക്കട്ടിയടി അല്ലേ. ഞാൻ അന്നത് നടത്തുമ്പോൾ എന്താ ഓതി തരാത്തതെന്ന് ചോദിച്ചിട്ട് മൂപ്പർക്ക് വരാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയുള്ളൊരു ദുരവസ്ഥയാണെന്ന് ഖുർആനിന്റെ കാര്യത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. കേവലം മിഥ്യാധാരണകൾ ഖുർആനെ കുറിച്ച് വെച്ച് പുലർത്തി മഷിയിലിട്ട് എഴുതി തകിടിൽ കെട്ടി തൂക്കി കുപ്പിയിലാക്കി മന്ത്രിച്ചൂതി ഇങ്ങനെ ഇതിനു വേണ്ടി മാത്രം. അവരിൽ നിരക്ഷരരുണ്ട്, ഖുർആനെ പരിചയപ്പെടാത്ത ആൾക്കാരുണ്ട്. ലാ യഅലമൂനൽ കിതാബ്, വേറെ ഗ്രന്ഥത്തെ അവർക്ക് അറിയില്ല. ഇല്ലാ അമാനിയ, ചില മിഥ്യാധാരണകൾ മാത്രം. ഇൻഹും ഇല്ലാ യظنون, അത് കേവലം ഊഹാപോഹം മാത്രമാണ്. എന്നാലോ അറിഞ്ഞ പണ്ഡിതന്മാരെ കുറിച്ചും സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്. അഫതത്മഊന അൻ യുഅ്മിനൂ ലക്കും വഖദ് കാന ഫരീഖും മിൻഹും യസ്മഊന കലാമല്ലാഹ് ثم يحرفونه من بعد ما عقلوه وهم يعلمون. അവരാരാന്നറിയോ? നിങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും, ഉസ്താദ്മാർക്കൊക്കെ ഈ ആയത്തിന്റെ അർത്ഥം അറിയാലോ, അവർക്ക് തൗഹീദ് പ്രഖ്യാപിക്കാമായിരുന്നില്ലേ, അവർക്ക് ഇതിലേക്ക് കടന്നു വരാലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നില്ലേ? അഫതത്മഊൻ, നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുകയാണോ? അൻ യുഅ്മിനൂ ലക്കും, നിങ്ങളെ അവർ വിശ്വസിക്കണമെന്ന്. വഖദ് കാന ഫരീഖും മിൻഹും, അവരിൽപ്പെട്ട ഒരു വിഭാഗമാണവർ. യസ്മഊന കലാമല്ലാഹ്, അല്ലാഹുവിന്റെ കലാമിനെ അവർ കേൾക്കും. സുമ്മ യുഹർരിഫൂനഹു, പിന്നെ അതിലവർ തിരിമറി നടത്തും, കൃത്രിമം കാണിക്കും. മിൻ ബഅദി മാ അഖലൂഹു, ഈ ആയത്തും അറിയാം, ആയത്തിന്റെ അർത്ഥം അറിയാം, സബബുൻ നുസൂലും അറിയാം, തഫ്സീറും അറിയാം അവർക്ക്. ഇത് നബിദിനത്തിനുള്ള ആയത്തല്ല, സൂറത്ത് യൂനുസിലെ 88-ാമത്തെ ആയത്തൊന്നും അവർക്ക് അറിയാം. സുമ്മ യുഹർരിഫൂനഹു മിൻ ബഅദി മാ അഖലൂഹു വഹും യഅലമൂൻ, അവർ ബോധപൂർവ്വമാണ് ഇത് ചെയ്യുന്നത്, അറിയാണ്ട് സംഭവിക്കണമെന്നല്ല. പ്രസംഗപീഠത്തിൽ സ്റ്റേജ് കെട്ടിയിട്ട് നബിദിനത്തിലൊക്കെ തെളിവ് ഓതുന്നില്ലേ? ഖുർആനിലെ തൗഹീദിനിറങ്ങിയ ആയത്തിനെ ശിർക്കിലേക്ക് മാറ്റിയിട്ട് ഓതുന്നില്ലേ? അറിയാത്തോണ്ടല്ല. വിശദമായി നമ്മൾ പഠിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതൊരു തുടക്കമാകണം. പരിശുദ്ധ റമദാൻ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമ്മൾ ഖുർആനിൻ്റെ ഒരു പഠിതാവാകണം. നമുക്ക് പറ്റുന്ന സോഴ്സുകളിലൂടെയൊക്കെ നമ്മൾ പഠിക്കണം. ഒരു സംവിധാനത്തിന്റെ കീഴിൽ നിന്ന് പഠിക്കാൻ പറ്റും, അങ്ങനെ പഠിക്കുക. പീസ് റേഡിയോയിൽ അന്നൂർ എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട്, ഓൺലൈനിലായിട്ട് ഖുർആൻ പഠിക്കാം. കേരളത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതനാണ് അവിടെ ക്ലാസ് എടുക്കുന്നത്. ആഴ്ചയിൽ ഒരു 3 ദിവസം 48 മണിക്കൂറിനിടയിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആ ക്ലാസ് കേൾക്കാം. നിങ്ങളുടെ സമയത്തിന്റെ സൗകര്യം വെച്ചിട്ട്. കിച്ചണിൽ ജോലി ചെയ്യുന്ന ഭാര്യക്ക്, ഉമ്മാക്ക്, അവർക്കൊക്കെ ജോലിക്കിടയിൽ പഠിക്കാൻ പറ്റും. അങ്ങനെ സംവിധാനങ്ങളുണ്ട്. ഇനി അമാനി തഫ്സീർ വായിച്ച് പഠിക്കണോ? അതിന്റെ ആപ്പുണ്ട് മലയാളത്തിലുള്ള. തഫ്സീർ, വേർഡ് മീനിങ്, ആയത്തിന്റെ മീനിങ്, വിശദീകരണം മൊത്തം ഉള്ളത് ആപ്പുണ്ട് മലയാളത്തിലുള്ള. ഇതിനൊരു പഠിതാവായിട്ട് ഒരു സ്ഥാപനത്തിൽ വന്ന് പഠിക്കുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടാവും. ഫിസിക്കലായിട്ട് വന്നിട്ട് അതാണ് ഏറ്റവും നല്ലത്. ഇവിടെ സംവിധാനമുണ്ട്, ഉപയോഗപ്പെടുത്തണം. അതിലേക്ക് ആളുകളെ ക്ഷണിക്കണം. 5 ആളുകൾ വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറത്തൊരു ഒരു പ്രദേശത്ത്, ഇതുപോലൊരു പ്രദേശത്ത് ഖുർആൻ ക്ലാസ്സിന് ആകെയുള്ള 4-5 ആൾക്കാരാണ്. അത് ആഗ്രഹിച്ച് നടത്തുന്ന അയാൾ എല്ലാവരോടത്തും കടന്നിടത്തൊക്കെ പറയും, അങ്ങാടി പോയാൽ പറയും, ഈ ആശയം ഉൾക്കൊള്ളാത്ത ആളുകളോടൊക്കെ പറയും, എന്നാൽ വൈകുന്നേരം ഖുർആൻ ക്ലാസ് ഉണ്ട്, നമ്മളെ വീട്ടിലേക്ക് വരണമെന്ന് പറയും. എല്ലാവരോടും പറയും, പക്ഷെ ആരും ഉണ്ടാവില്ല. പക്ഷെ മൂപ്പരൊരു ആഗ്രഹമാണ് 10-200 ആളൊക്കെ പങ്കെടുക്കുന്ന ഒരു ഖുർആൻ ക്ലാസ് ആയിട്ട് ഇത് മാറണം. അൽഹംദുലില്ലാഹ് 10-250 ആൾ 300 ആളൊക്കെ പങ്കെടുക്കുന്ന ക്ലാസ് ഇപ്പോൾ അവിടെ ആ സ്ഥലത്ത് നടക്കുന്നുണ്ട്. അയാളുടെ നിയ്യത്താണ്, ആഗ്രഹമാണ്. സുഹൃത്തുക്കളെ, അങ്ങനൊരു നിയ്യത്ത് വെക്കുക ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കർമ്മങ്ങൾ നാളെ പരലോകത്തേക്ക് നന്മയുടെ തട്ടിലിട്ട് തൂക്കാൻ മാത്രം വലിയ സമ്പാദ്യങ്ങളാക്കി മാറ്റിയെടുക്കാൻ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കഴിയും. അതിലേറ്റവും ഫലപ്രദമായി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട ഒരു മേഖലയാണ് ദഅവാരംഗം. നമ്മളൊരാൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ, നമ്മളൊരാൾ ക്ലാസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഖുതുബ കേൾക്കാൻ വേണ്ടി ഒരാൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ, അയാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അത് അയാളുടെ കർമ്മങ്ങളായി മാറുമ്പോൾ നമുക്കതൊരു ആധാറാകും. അയാളുടെ പ്രതിഫലത്തിൽ നിന്നൊട്ടും കുറക്കാതെ അള്ളാഹു നമുക്കത് തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിലിരിക്കുമ്പോൾ മുളർ ഗോത്രത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ, പട്ടിണിപ്പാവങ്ങൾ, ദരിദ്രന്മാർ, മുഷിഞ്ഞു കീറിയ വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് അവർ വന്നു കണ്ടിട്ട് റസൂലുള്ളാഹിക്ക് വല്ലാത്ത മനപ്രയാസം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്കാരം കഴിഞ്ഞിട്ട് മിമ്പർ കഴിഞ്ഞിട്ട് സഹാബത്തിനോടൊക്കെ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, ഇത്തഖുല്ലാഹ് അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. ആവർത്തിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് സദഖയുടെ പ്രാധാന്യം പറഞ്ഞു കൊടുത്തു, സദഖയുടെ പുണ്യം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിലൊരു സഹാബി ചെന്നിട്ട് സദഖ കൊടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു.
കുറച്ച് ഭക്ഷണവും കുറച്ച് ദീനാറുകളൊക്കെ കൊണ്ടുവന്നു. അദ്ദേഹത്തിന് അത് വഹിക്കാൻ പറ്റുമായിരുന്നില്ല, അത്രയും കനമുള്ളതാണ് കൊണ്ടുവന്ന് അദ്ദേഹത്തെ പിൻപറ്റിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സഹാബത്തൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ കൂട്ടി. 2 മലകൾ, 2 കൂനകൾ അവിടെ രൂപപ്പെട്ടു, ഭക്ഷണത്തിൻ്റെതും വസ്ത്രത്തിൻ്റെതൊക്കെ. അപ്പോഴാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഒരു സുന്നത്ത്, മൻസന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന, ഒരു നല്ല ആചാരം, ചര്യ ഒരാൾ നടപ്പിലാക്കിയ അതിനെ പിൻപറ്റി ആരൊക്കെ ചെയ്യുന്നുണ്ടോ അവരുടെയൊക്കെ പ്രതിഫലത്തിന്റെ തോത് അളവിൽ ആർക്ക് കിട്ടും? ആദ്യം കൊടുത്താൽ കിട്ടും. അതേപോലെ ചീത്ത തിന്മയാണെങ്കിൽ ഏതെങ്കിലും ഷോർട്സും റീൽസും കണ്ടിട്ട് പലരും പലതും അനുകരിക്കുന്നില്ലേ, പഠിക്കുന്നില്ലേ? സൊസൈറ്റി ഏതൊക്കെ അയാൾ അനുകരിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ പാപഭാരം അയാൾ വഹിക്കേണ്ടി വരും. ലിയഹ്മിലു ഔസാറഹു കാമിലതൻ യൗമൽ ഖിയാമ വമിൻ ഔസാരിൽ ലദീന യുദില്ലൂനഹും ബിഗൈരി ഇൽമിൻ. അറിവില്ലാത്ത പാവങ്ങൾ അയാളെ ഫോളോ ചെയ്തിട്ട് ഈ തിന്മ ചെയ്ത ആ ഭാരം കൂടി ഇയാളൊന്നും കുറയില്ല, ഇയാളെന്ന് കുറച്ചിട്ട് കൊടുക്കുകയല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം, നന്മയുടെ ആസാറുകൾ ഉണ്ടാക്കണം. നമ്മുടെ പ്രവർത്തനങ്ങൾ തിന്മയുടെ ആസാറുകളായി മാറാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നന്മയുടെ വഴിയിലേറെ മുന്നേറാനുണ്ട് എന്നൊരു തിരിച്ചറിവ് ഈ റമദാനിൽ നമ്മൾ നേടിയെടുത്ത് അതിനു വേണ്ടിയിട്ടുള്ള ഈമാനും തഖ്വയും സംഭരിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ സമുദായത്തിൽ മുന്നിൽ നടക്കാൻ, മുത്തഖികളുടെ ലീഡർമാരാകാൻ നമുക്കും ഇണകൾക്കും സന്താനങ്ങൾക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം وأدخلنا الجنة مع الأبرار برحمتك يا أرحم الراحمين. صلى الله وسلم على خير خلقه نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.